സെക്കൻഡ് വേൾഡ് വാർ കഴിഞ്ഞപ്പോൾ തുടങ്ങി സോവിയറ്റ് യൂണിയനും USA കോൾഡ് വാർ. അതെ, പോകും. ഇതിൽ മാത്രമല്ല എല്ലാ ടെക്നോളജിയിലും ഇവര് തമ്മിൽ ഒരു മത്സര യുദ്ധമായിരുന്നു. യുദ്ധം പോലെ തന്നെ. അത് ആദ്യം ശരിക്കും ബാലിസ്റ്റിക് മിസൈലിലാണ് തുടങ്ങിയത്. റഷ്യ ആദ്യം മിസൈൽ ടെക്നോളജി യൂസ് ചെയ്തത് റഷ്യയാണ്. ആദ്യത്തെ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് അയച്ചത് റഷ്യയാണ്, സ്പുട്നിക്. ശരിക്കും മനുഷ്യനെ സ്പേസിൽ എത്തിച്ചതും റഷ്യയാണ്. അതെ, സ്പേസ് ശരിക്കും ഒരു സ്പേസ് റേസ് ആണെങ്കിലും ആ സ്പേസ് റേസിന്റെ പേരിൽ അവർ ശരിക്കും ഉദ്ദേശിക്കുന്നത് ബാലിസ്റ്റിക് മിസൈൽ ടെക്നോളജി കൂടുതൽ വളർത്താൻ തന്നെയാണ്. അത് പക്ഷേ UN പല ഇടപെടലും ഉണ്ടായിരുന്നു ബാലിസ്റ്റിക് മിസൈൽ കൂടുതൽ ഡെവലപ്പ് ആവാതിരിക്കാൻ. അപ്പൊ അതിനൊരു മറയും കൂടെ ആയിരുന്നു ഇവർക്ക് ഒരു സ്പേസ് റേസ് എന്ന് പറയുന്നത്. റേസായി മാറി. ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ പറഞ്ഞ രീതിയിൽ ആര് വലുത്. അതെ, ഒന്ന് ക്യാപിറ്റലിസ്റ്റ്, മറ്റേത് കമ്മ്യൂണിസ്റ്റ്. ഐഡിയോളജി വ്യത്യാസമാണ്. ആദ്യകാലങ്ങളിൽ എനിക്ക് തോന്നുന്നു ഈ സോവിയറ്റ് യൂണിയനിൽ കുറെ കൂടി നല്ല സയന്റിസ്റ്റ് ഉണ്ട്. ഇപ്പൊ എല്ലാം മാറി തോന്നുന്നു. ഈ വരട്ട് കമ്മ്യൂണിസം കൊണ്ട് ആരും അവിടെ നിൽക്കാതായി തോന്നുന്നു. ആലോചിച്ചാൽ മതി, ഈ സോവിയറ്റ് രാജ്യങ്ങളിൽ നിന്ന് ആൾക്കാര് അമേരിക്കയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നുണ്ട്. റഷ്യക്കാരടക്കം അമേരിക്കയിൽ മൈഗ്രേറ്റ് ചെയ്യുന്നുണ്ട്. അമേരിക്കക്കാരും അങ്ങോട്ട് അമേരിക്കയാണെങ്കിൽ ടാലന്റഡ് ആണോ അവിടെ നിന്ന് എടുക്കുകയാണ്. ഇപ്പൊ ഈവൻ നാസയിലടക്കം വർക്ക് ചെയ്യുന്നത് 20% 30% ആൾക്കാർ ഇന്ത്യ വംശജരാണ്. അതിൽ തന്നെ ഫസ്റ്റ് ജനറേഷൻ ആണ് കൂടുതലും. സെക്കൻഡ് ജനറേഷനും ഉണ്ട് ഇഷ്ടം പോലെ. അമേരിക്കയാണ് ആദ്യമായിട്ട് ന്യൂക്ലിയർ ബോംബ്. അത് ശരിക്കും ഹിറ്റ്ലർ ആവേണ്ടതായിരുന്നു. അതായത് ജർമ്മനിയുടെ അകത്ത് ഐൻസ്റ്റീൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, അതായത് അമോണിയ കണ്ടുപിടിച്ച ആള്, ഹേബർ എന്ന് പറഞ്ഞാൽ ആ പുള്ളിക്ക് ഹേബർ പ്രോസസ്, ആ പുള്ളിയുടെ പേര് നമ്മൾ കെമിസ്ട്രി പഠിക്കണം. ആ പുള്ളിക്ക് ഇതിന്റെ തിയറിയൊക്കെ അത്യാവശ്യം മനസ്സിലായി. പുള്ളി പക്ക നാസിയാണ്. പുള്ളി ഐൻസ്റ്റീൻ അവിടെ ഉണ്ടായിരുന്ന കാലത്ത് ഇവർ തമ്മിൽ ഫ്രണ്ട്സ് ആണ്, തിയറിയൊക്കെ അറിയാം. ഐൻസ്റ്റീൻ അത് കഴിഞ്ഞിട്ട് അവിടുന്ന് നാട് വിട്ടു. 1930s ലാസ്റ്റ് ഭാഗമായപ്പോഴാണ് നാട് വിട്ടത്. ബട്ട് ഈ ഹേബർ എന്ന് പറഞ്ഞ ആള് ഹിറ്റ്ലറിനെ സമീപിച്ചിട്ട് ഹിറ്റ്ലർ ഇങ്ങനെയാണ് ഈ മിലിറ്ററിയുടെ സയന്റിഫിക് ഡിവിഷന്റെ ഹെഡ് ആക്കിയിരിക്കുന്നത്. ഇത് ഐൻസ്റ്റീൻ അറിയാം. ഇങ്ങനെ തന്നെയാണ് ഈ അമോണിയ എന്ന് പറഞ്ഞ സാധനം അന്ന് ഈ ഹേബർ രാസായുധമായിട്ട് സെക്കൻഡ് വേൾഡ് വാറിൽ യൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ആ രാസായുധമായിട്ട് ഇത് യൂസ് ചെയ്തപ്പോൾ ഐൻസ്റ്റീന് മനസ്സിലായി. ഐൻസ്റ്റീന് മാത്രമല്ല, ഐൻസ്റ്റീനും പിന്നെ ഓപ്പൺഹൈമറും അങ്ങനെയുള്ള അമേരിക്കയിലുള്ള ചില സയന്റിസ്റ്റുകൾക്ക് മനസ്സിലായി അവർ ഏത് ലെവൽ വരെയും സയൻസിനെ യൂട്ടിലൈസ് ചെയ്ത് പോവാം. ആ സമയത്ത് തന്നെ അമേരിക്കയിലെ ചില ചാരന്മാർ ഒരു രഹസ്യവിവരം കണ്ടുപിടിച്ചു. അവർ യുറേനിയം വൻതോതിൽ ശേഖരിക്കാൻ തുടങ്ങുന്നു. പല രാജ്യങ്ങളും അവർ പിടിച്ചടക്കിയ പല രാജ്യങ്ങളിൽ നിന്ന് യുറേനിയം നിക്ഷേപം എടുക്കാൻ തുടങ്ങും. അപ്പൊ ഈ ഓപ്പൺഹൈമറാണ് ശരിക്കും ഇതിന്റെ മുഴുവൻ ആള്. ഇയാൾ ഐൻസ്റ്റീൻ്റെ അടുത്ത് പോയി ഇവർ രണ്ടും ഡിസ്കസ് ചെയ്തിട്ടാണ്, ഐൻസ്റ്റീൻ അന്ന് പിന്നെ സെലിബ്രിറ്റിയാണ് വേൾഡ് മുഴുവൻ, ഐൻസ്റ്റീനെ പോലെ ഒരാൾ പുഷ് ചെയ്താലേ പ്രസിഡന്റ് അനങ്ങുള്ളൂ, അതെല്ലാവർക്കും ഉറപ്പായിരുന്നു. അപ്പൊ ഐൻസ്റ്റീൻ തന്നെ ഒരു കത്ത് അയച്ചു. പുള്ളിയുടെ തിയറി വെച്ചിട്ടാണ് ഈ ആറ്റം ബോംബിന്റെ പ്രിൻസിപ്പിൾ മുഴുവൻ വർക്ക് ചെയ്യുന്നത്. അത് മാത്രമാണ് ഐൻസ്റ്റീൻ ശരിക്കും ഇതിൽ ആ ഒരു സെലിബ്രിറ്റി റോളാണ് ആ തിയറി മാത്രമാണ്. പുള്ളി ഇതിന്റെ എഞ്ചിനീയറിംഗ് കാര്യങ്ങളൊന്നും ആ ഇക്വേഷൻ വെച്ചിട്ട് ഒരിക്കലും ഒരു ആറ്റം ബോംബ് ഉണ്ടാക്കാൻ പറ്റില്ല. അതിന്റെ എഞ്ചിനീയറിംഗ് എൻറ്റയർലി ഡിഫറെന്റ് ആണ്. ഏതൊരു റേഡിയോ ആക്റ്റീവ് ആറ്റത്തിൽ ഒരു പ്രത്യേക അളവ് മാസ് ഒന്നിച്ചെടുത്ത് വെച്ചാൽ അത് പൊട്ടിത്തെറിക്കും. വേറൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ പ്രാക്ടിക്കലി നമുക്ക് ഇത്ര അളവ് മാസം എടുത്ത് വെച്ചാൽ നമ്മൾ എടുത്ത് വെക്കുമ്പോൾ അപ്പം തന്നെ പൊട്ടിത്തെറിക്കുമല്ലോ. അപ്പോൾ പ്രാക്ടിക്കലി ഇതിനെ നമ്മൾ പ്രഷറൈസ് ചെയ്യുകയാണ് ചെയ്യുക, അല്ലെങ്കിൽ രണ്ട് ഗോളങ്ങൾ രണ്ട് തരത്ത് വെച്ചിട്ട് അതിനെ ഒന്നിച്ച് അടുപ്പിക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഇതാണ് അതിൻ്റെ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. ഈ ഒരു പ്രോസസ്സ് ഇതെന്ന് പറഞ്ഞാൽ വളരെ ഡേഞ്ചറസ് ആണ്. കാരണം ആക്സിഡന്റലി ഇത് രണ്ടും ഒന്നിച്ച് വന്നിരുന്നാൽ അപ്പോൾ പൊട്ടിത്തെറിച്ചു, ഗവേഷണശാല അവിടെ കഴിഞ്ഞു. മനസ്സിലായോ? അപ്പോൾ ഇത്ര മാസ് ഒരു പ്രത്യേക ഇൻസ്റ്റന്റ് നേരത്തേക്ക് അടുത്തേക്ക് കൊണ്ടുവരണം. അതാണ് ഇതിൻ്റെ എഞ്ചിനീയറിംഗിൻ്റെ ഏറ്റവും വലിയ കയറാൻ വേണ്ടി. അപ്പോൾ അതിനായിട്ട് ഇഷ്ടംപോലെ സയൻറ്റിസ്റ്റുകൾ, ഏകദേശം ഒരു 120 സയൻറ്റിസ്റ്റുകൾ ഇതിൻ്റെ എഞ്ചിനീയറിംഗിന് മാത്രമായിട്ട് അമേരിക്കയിൽ പ്രവർത്തിച്ചു. അതിൽ ഏകദേശം 80 പേരോളം യൂറോപ്പിൽ നിന്ന് മൈഗ്രേറ്റ് ചെയ്ത് വന്നതാണ് ജൂതന്മാർ. മെയിനായിട്ട് അതിൽ 2 പേരുണ്ടായിരുന്നു, ഓപ്പൺഹൈമറും പിന്നെ എൻറിക്കോ ഫെർമി. അയാൾ ഇറ്റലിക്കാരനായിരുന്നു, അയാളും ജൂതനായിരുന്നു. അപ്പോൾ ഇവരെല്ലാം മൈഗ്രേറ്റ് ചെയ്യുന്ന സയന്റിസ്റ്റാണ് ഇതിൽ ഭൂരിഭാഗവും. അന്നത്തെ സയന്റിസ്റ്റുകളുടെ ഒരു മാസ്റ്റർ ബ്രെയിൻ എന്ന് പറയുന്നത് ഈ ജ്യൂസാണ്. കാരണം അവരത്രയും ഇന്റലക്ച്വലി സുപ്പീരിയർ ആണ്. അപ്പോൾ ഈ ഓപ്പൺഹൈമറാണ് ശരിക്കും ഈ മാൻഹാട്ടൻ പ്രോജക്ട്, അതായത് ആറ്റം ബോംബിന്റെ പ്രോജക്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഐൻസ്റ്റീൻ അല്ല. ഐൻസ്റ്റീന്റെ ആ ഒരു പുഷ് എന്നാണ് പ്രസിഡന്റ് അതിൽ ഒപ്പുവെക്കുന്നത്. അതാണ് ഇതൊരു സംഭവം. അപ്പോൾ അവിടെ ഹേബർ ഈ പരിപാടി തുടങ്ങി. പക്ഷെ ഹേബറിനൊരു പ്രശ്നം, നല്ല എഞ്ചിനീയർമാരുണ്ടായിരുന്നില്ല. ഉള്ള എഞ്ചിനീയർമാർ മുഴുവൻ ഒന്നേ നാട് വിട്ടു, അല്ലെങ്കിൽ ഹിറ്റ്ലറുടെ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ കിടക്കുന്നുണ്ടാവും. കുറെ പേര് ഓൾറെഡി തട്ടിക്കഴിഞ്ഞിട്ടുണ്ടോ. ഹേബറിന് അതുകൊണ്ട് അവരുടെ നല്ല എഞ്ചിനീയർമാരും സയന്റിസ്റ്റുമാരും ഒക്കെ അല്ല, ജ്യൂസനാണ് ഇത്തിരി ജ്യൂസ് തന്നെയല്ല. ഓൾമോസ്റ്റ് ജൂ മാത്രമല്ല, ഇവരുടെ ഈ ഒരു ആര്യവംശം അല്ലാതെ എല്ലാവരെയും ഒപ്രസ് ചെയ്യണം. ജ്യൂസ് തന്നെ ആവണമെന്നില്ല, നീഗ്രോസ് ഒക്കെ തട്ടുകയാണ്. അതുപോലെ ഇന്ത്യൻസും വെറുതെ വിടണമെന്നുണ്ടാകുന്നില്ല. ഇവരെ ആര്യം സുപ്പീരിയർ ആര്യവംശക്കാര്, വെള്ളക്കാര്, അവര് മാത്രം, നമ്മളാണല്ല ആ ഒരു ഇത് മാത്രമായിരുന്നു.
അപ്പോൾ ജ്യൂസ് മാത്രമല്ല, നല്ല സയന്റിസ്റ്റുകൾ മിക്കവാറും എല്ലാം തീർന്നു അവിടെ ഉള്ളത്. അപ്പൊ അത് കാരണം അവരുടെ റിസർച്ച് ഇത്തിരി മെല്ലെയാണ് പോയത്. ബട്ട് ഇപ്പോഴും പല റിസർച്ച് ഇതുകളും പറയണത് ഏകദേശം ഒരു 6-7 മാസം കൂടെ അവർക്ക് ഗ്യാപ്പ് കിട്ടിയിരുന്നെങ്കിൽ അവരത് കംപ്ലീറ്റ് ചെയ്ത്. മേ ബി ചിലപ്പോൾ അത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ അതിന്റെ റവല്യൂഷനായിട്ട് അടുത്ത വാർ വന്നേക്കാം. കാരണം ഇതുപോലൊരു മൊണാർക്ക് ഭരിക്കുമ്പോൾ ചിലപ്പോൾ റവല്യൂഷൻസ് വരുമല്ലോ, വേൾഡ് മുഴുവൻ ഒരു മൊണാർക്കായിട്ട് ഭരിക്കുമ്പോഴേ. എന്തായാലും അങ്ങനെ ന്യൂക്ലിയർ വാറില് അമേരിക്ക ജയിച്ചു. അങ്ങനെ അതിനുശേഷം പിന്നെ അങ്ങോട്ട് സ്പേസ് സയൻസിൽ പിന്നെ റഷ്യ അമേരിക്കയും തമ്മിൽ ഒരു മത്സരം. ആദ്യം ന്യൂക്ലിയറിൽ കുറച്ചു കാലം ന്യൂക്ലിയർ അവരും കളിച്ചു. അമേരിക്ക ആണെങ്കിൽ ഇവർക്ക് മാത്രമാണ് ടെക്നോളജി ഉള്ളത്, ന്യൂക്ലിയർ ടെക്നോളജി. ഇതിന്റെ ഒരു ഇതും പുറത്തേക്ക് ലീക്ക് ആവരുത്. പക്ഷെ അത് ശരിക്കും സംഭവിച്ചത് ഓപ്പൺഹൈമറിന്റെ ടീമിൽ തന്നെ ഒരാൾ റഷ്യൻ സ്പൈ ആയിരുന്നു. അയാൾ ഇതിന്റെ കുറെ പ്രോസസ് ലീക്ക് ചെയ്തു. അങ്ങനെ 1947-48 ടൈമിൽ റഷ്യ ന്യൂക്ലിയർ പവറായി. റഷ്യക്കാണെങ്കിൽ പിന്നെ നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. കാരണം അമേരിക്കയ്ക്ക് വേണ്ടി ഒരു സെക്കൻഡ് കൊണ്ട് മുഴുവൻ റഷ്യ തീർക്കാം. ഇപ്പോൾ അവർക്കൊരു ന്യൂക്ലിയർ പവർ ഇല്ലെങ്കിൽ ഒരു ഡീറ്ററൻസ് ഇല്ല. അമേരിക്ക മോണോപ്പൊളിയായി. അപ്പോൾ ഒരു ഡീറ്ററൻസിന് വേണ്ടി അവർ എത്രയും പെട്ടെന്ന് ഇതാക്കാന്നായിരുന്നു, ഏത് രീതിയിലെങ്കിലും ന്യൂക്ലിയർ പവർ ആകാന്നായിരുന്നു അവരുടെ ലക്ഷ്യം. പിന്നെ അങ്ങോട്ട് കുറച്ചു കാലം അമേരിക്ക പുറകെയായി പോയി സ്പേസ് സയൻസിൽ തീരെ. അത് ആക്ച്വലി കുറെ സ്പൈസും കൂടിയാണ് കേട്ടോ. അമേരിക്ക മാത്രമല്ല, ലോകത്തിലെ ഏത് ടെക്നോളജിക്കലി സുപ്പീരിയർ ആയിട്ടുള്ള രാജ്യത്തേക്ക് ഇവരുടെ സ്പൈ ഉണ്ട്. ഈവൻ ജർമ്മൻ സയൻസിന്റെ കീഴിൽ പോലും ഇവരുടെ സ്പൈസ് കുറെ എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ മിസൈൽ ടെക്നോളജിയിൽ റഷ്യ സുപ്പീരിയർ ആയി. ലോകത്തിലെ ആദ്യത്തെ ബാലിസ്റ്റിക് മിസൈൽ, ആദ്യത്തെ ഇന്റർ കോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈൽ, അത് 5000 കിലോമീറ്ററിന് മേലെ റേഞ്ച് ഉള്ളതിനാണ് ഇന്റർ കോണ്ടിനെന്റൽ എന്ന് പറയുന്നത്. അത് ആദ്യമായിട്ട് അവരെത്തുന്നത് അതും 50s കാലഘട്ടത്തിൽ. ബ്രഹ്മോസ് ഇന്റർ കോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈൽ അല്ല, ബ്രഹ്മോസ് സൂപ്പർസോണിക് ഇന്റർസെപ്റ്റർ ക്രൂയിസ് മിസൈലാണ്. ബ്രഹ്മോസിന് 2700 ഏറ്റവും പുതിയ മോഡലിന് റേഞ്ച്. പക്ഷെ അതിന് സ്പീഡാണ് പ്രത്യേകത. മിസൈൽ 2 ടൈപ്പ് ഉണ്ട്, ബാലിസ്റ്റിക് മിസൈലും ക്രൂയിസ് മിസൈലും. ബാലിസ്റ്റിക് മിസൈൽ എന്ന് വെച്ചാൽ റോക്കറ്റ് പോലെയാണ്. ഒറ്റ വെള്ളം വിട്ടാൽ സ്ട്രൈറ്റ് ഒരു പാത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ. നമുക്ക് ഡെസ്റ്റിനേഷൻ തീരുമാനിച്ചാൽ അവിടുന്ന് ആ ഡെസ്റ്റിനേഷൻ അല്ല വേറെ നമുക്ക് ഓണാക്കി വിട്ട് കഴിഞ്ഞിട്ട് പിന്നെ ദിശ മാറ്റാൻ പറ്റില്ല. ക്രൂയിസ് മിസൈൽ അങ്ങനെയല്ല, ഒരു ഡ്രോൺ പോലെയാണ്, ഡയറക്ഷൻ എപ്പോൾ വേണമെങ്കിലും മാറ്റാം. ബ്രഹ്മോസിന്റെ പ്രത്യേകത അത് ക്രൂയിസ് മിസൈലുമാണ്, സൂപ്പർസോണിക്കുമാണ്. ശബ്ദത്തിനേക്കാൾ വേഗത്തിൽ പോകാൻ പറ്റുന്ന ഒരേ ഒരു ക്രൂയിസ് മിസൈൽ, അതായത് ദിശ മാറ്റാൻ പറ്റുന്ന ഒരേ ഒരു മിസൈൽ അത് മാത്രമേ ഉള്ളൂ. ബാക്കി ബാലിസ്റ്റിക് മിസൈല് 3/4 എണ്ണത്തിനും സൂപ്പർസോണിക് സ്പീഡിൽ പോകാൻ പറ്റും. പക്ഷെ അതിന് ഒറ്റ ഡെസ്റ്റിനേഷൻ, ദിശ മാറ്റാൻ പറ്റില്ല. നമ്മൾ ആദ്യം ഒരു ലൊക്കേഷൻ സെറ്റ് ചെയ്ത് അങ്ങോട്ടേ പോകുള്ളൂ. ബ്രഹ്മോസ് ഒരു ഡിഫൻസീവ് വെപ്പൺ ആയിട്ട്, അത് ഇങ്ങോട്ട് വരുന്ന ഒരു മിസൈലിനെ പൊട്ടിക്കാനും പറ്റും, അങ്ങോട്ട് പോയി അടിക്കാനും പറ്റും. ഡിഫൻസിനും ഓഫൻസിനും പറ്റും ബ്രഹ്മോസ്. അപ്പോൾ ആദ്യത്തെ ഇന്റർ കോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈൽ ഇവരുടെയാണ്, റഷ്യയുടെയാണ്. ആദ്യത്തെ സാധാ ബാലിസ്റ്റിക് മിസൈലും ഇത് തന്നെയാണ്. ആ സമയത്ത് പിന്നെ അമേരിക്ക ഇടപെട്ട് UN കുറെ ഉപരോധങ്ങളൊക്കെ ഏർപ്പെടുത്തുന്ന പോലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു മിസൈൽ ടെക്നോളജി. അപ്പൊ രണ്ടുപേരുടെ മിസൈൽ ടെക്നോളജിയും ഒന്ന് ഒപ്രസ് ചെയ്യാൻ വേണ്ടി, ആംസ് റേസ് കുറയ്ക്കാൻ. അപ്പൊ എന്തായി, ഇവർ ഇതേ മിസൈൽ, സെയിം മിസൈൽ, ഒരു മാറ്റവും ഇല്ല, അവരുടെ ഇന്റർ കോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈൽ ഒരു 4 എണ്ണം എടുത്ത് പിടിച്ചിട്ട് നേരെ വിട്ടു സ്പേസിലേക്ക്. അതാണ് സ്പുട്നിക് 1. ആദ്യത്തെ സാറ്റലൈറ്റ് ലോഞ്ച് ചെയ്യുന്നത് അങ്ങനെയാണ്, ലേക്കെ ലോഞ്ച് ചെയ്യുന്നത് അങ്ങനെയാണ്, യൂറി ഗഗാറിനെ വരെ ലോഞ്ച് ചെയ്തത് ബാലിസ്റ്റിക് മിസൈൽ വെച്ചിട്ടാണ്. അതാണ് തുടക്കത്തില് റഷ്യ അത്രയായത്. അവരുടെ 4 ബാലിസ്റ്റിക് മിസൈലാണ് അവരുടെ റോക്കറ്റ് എഞ്ചിൻ എന്ന് പറയുന്നത്. 4 മിസൈൽ എടുത്ത് പിടിപ്പിക്കുക, അതിൽ ഒന്നും അവർ ചെയ്തില്ല. അപ്പൊ നമുക്കും ഇതൊക്കെ ചെയ്തൂടെ? ബ്രഹ്മോസ് 4 എടുത്ത് വെച്ച് വിട്ടൂടെ? ബ്രഹ്മോസ് ഞാൻ പറഞ്ഞു ക്രൂയിസ് മിസൈലാണ്. ഇന്ത്യയുടെ ആദ്യത്തെ ബാലിസ്റ്റിക് മിസൈൽ എന്ന് പറയുന്നത് അഗ്നി 1. ആര് കണ്ടുപിടിച്ചു? APJ അബ്ദുൽ കലാം. ഇന്ത്യക്ക് ഒരു ഇന്റർ കോണ്ടിനെന്റൽ. പിന്നെ അഗ്നി 3 എത്തിയപ്പോഴാണ് ഇന്റർ കോണ്ടിനെന്റൽ ആയത്. പക്ഷെ അഗ്നി 3 അഗ്നി 4 ഒക്കെ എത്തുമ്പോഴേക്കും അതിനേക്കാൾ സുപ്പീരിയർ ആയി ഇന്ത്യയുടെ സ്പേസ് PSLV അപ്പോഴേക്ക് വന്നു. ഈ ഇത്രയും കാലത്ത് റഷ്യ പുറകിലായി കണ്ടോ, റഷ്യ മുമ്പിലോട്ട് കയറി കഴിഞ്ഞപ്പോൾ, സോവിയറ്റ് യൂണിയൻ മുമ്പിലോട്ട് കയറി കഴിഞ്ഞാൽ പിന്നെ അമേരിക്കയിൽ അത് വലിയ വിഷയം, അമേരിക്ക രാഷ്ട്രീയത്തെ തന്നെ ബാധിച്ചു. ആ സമയത്ത് ഇത് മെയിൻ ഫണ്ടിങ്, അമേരിക്കയുടെ ഫണ്ടിന്റെ എത്രയോ പെർസെന്റേജ്, 1% 60 പ്രസിഡന്റ് ഇലക്ഷൻ നടക്കുമ്പോൾ കെന്നഡി പറഞ്ഞു ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഒരു അമേരിക്കൻ പ്രസിഡന്റിന്റെ പ്രസംഗമാണത്. അത് ശരിക്കും ശരിക്കും ഹിറ്റ്ലർ ചെയ്തപോലെയായിരുന്നു ആ ഒരു പ്രസംഗം ശരിക്കും സാധ്യത. കാരണം ഇങ്ങനെ കോരി തെരിപ്പിച്ചു അമേരിക്കക്കാരെ മുഴുവൻ. ശരിക്കും ഒരു റേസിലേക്ക് വന്ന അപ്പോഴാണ് ആ ഒരു പ്രസംഗത്തോടെയാണ്. എന്നിട്ട് പിന്നെ പക്ഷെ പ്രസിഡന്റ് ഇലക്ഷൻ ഒക്കെ ജയിച്ചു. ആദ്യം കുറച്ചു കാലം അമേരിക്കൻ പാർലമെന്റ്, അമേരിക്കൻ കോൺഗ്രസ് ഒക്കെ ഉടക്കി വന്നു. 61 ഇതിനുള്ള ഫണ്ട് ഇതില് അത് തന്നെയാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രശ്നം. ഫസ്റ്റ് ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരവാദിത്തമാണ് ഫണ്ട്. ഈ വേൾഡ് വാർ സമയത്ത് അമേരിക്ക നാസയ്ക്ക് കൊടുത്ത ഫണ്ടല്ല, അതിന് ശേഷം കൊടുത്തു. അല്ല, അവിടെ വേറൊരു കാര്യമുണ്ട്. അമേരിക്കക്ക് ഫണ്ട് ചെലവഴിക്കണമെങ്കിൽ പാർലമെന്റിന്റെ അനുമതി വേണം. അവിടെ സോവിയറ്റ് യൂണിയൻ അവിടെ ഒരാളങ്ങ് തീരുമാനിക്കുകയാണല്ലോ. അല്ല, പിന്നെ അപ്പോഴേക്കും സോവിയറ്റ് യൂണിയൻ തകർന്നപ്പോ അമേരിക്ക വിട്ടു. തകരാറാവാറായി അപ്പോഴേക്കും ഗ്യാസ് കഴിഞ്ഞു. പിന്നെ മത്സരമില്ല. 90 എത്തണ്ടായി, ചെർണോബിൽ എത്താറായപ്പോഴേക്കും അവരുടെ ഗ്യാസ് കഴിഞ്ഞു. പിന്നെ ഭരണം കുറച്ച് കാലം ഭരണം ഉണ്ടെന്നേ ഉള്ളൂ, ഫുൾ പട്ടിണിയാണ്. അല്ല, അത് തുടക്കം തൊട്ടേ പട്ടിണി തന്നെയാണ്. പുറത്ത് മാത്രമല്ല, ഒരു കാര്യം ഞാൻ പറയാം. ഈ ഇടയ്ക്ക് സന്തോഷ് ജോർജ് ഒരു വീഡിയോ കണ്ടപ്പോൾ അതിന് മുമ്പ് ഞാൻ കേട്ടിട്ടേ ഉള്ളൂ, വിശദമായിട്ട് അങ്ങനെ കാണിച്ചു തരുന്നുണ്ട്. ഈ
ജർമ്മനിയുടെ ഹിറ്റ്ലറുടെ കോൺസെൻട്രേഷൻ ക്യാമ്പ് എല്ലാവരും അറിയും. അതിനേക്കാൾ വലിയ കോൺസെൻട്രേഷൻ ക്യാമ്പ് നടത്തിയിരുന്നു സ്റ്റാലിൻ. ലോകം കണ്ട ഏറ്റവും ക്രൂരനായ ഭരണാധികാരി ഒരിക്കലും ഹിറ്റ്ലർ അല്ല, അതിനേക്കാൾ ക്രൂരനായിരുന്നു സ്റ്റാലിൻ. ഇയാള് വെള്ളക്കാരനല്ലാത്തവരെയൊക്കെ കൊല്ലുമെങ്കിൽ മറ്റേ ആള് കമ്മ്യൂണിസ്റ്റുകാരല്ലാത്തവരെ മുഴുവൻ കൊല്ലുമായിരുന്നു. പക്ഷെ എന്താന്ന് വെച്ചാ അതൊന്നും പുറത്തറിയില്ല. കോട്ടയം പുറത്തു പോകില്ല. റഷ്യൻ കോട്ട തകർന്നിട്ടില്ലല്ലോ. അതെ. എന്നിട്ട് ഈ പറഞ്ഞ രീതിയിൽ അർണോൾഡ് ഗവർണർ ആയിരിക്കുന്ന കാലത്ത് ഒരിക്കൽ ഗോർബച്ചേവിനെ സന്ദർശിച്ചിരുന്നു. നിങ്ങൾ രസകരമായ ഒരു സംഭാഷണമായിരുന്നു അവർ തമ്മിൽ. അപ്പൊ അർണോൾഡ് ചോദിച്ചു, അർണോൾഡ് ഇപ്പൊ പറഞ്ഞ രീതിയിൽ അമേരിക്കയുടെ ആളാണ്, ഓസ്ട്രേലിയയിലാണ് ജനിച്ചതെങ്കിലും അദ്ദേഹം ചോദിച്ചു, ഈ ഇത്രയും വലിയൊരു പ്രസ്ഥാനത്തിന് എങ്ങനെ ഇല്ലാതാക്കാൻ തോന്നി? ഗോർബച്ചേവ് പറഞ്ഞ മറുപടിയാണ് രസം. ഇത് ഇല്ലാതാക്കാൻ അല്ല എനിക്ക് തോന്നിയത്, ഞാൻ ഈ പാർട്ടിയിൽ ജോയിൻ ചെയ്ത സമയത്ത് എനിക്ക് തോന്നിയത് ഇത് നന്നാക്കാം. ഞാനൊരു നല്ല സ്ഥാനത്ത് എത്തിയാൽ ഞാനിത് നന്നാക്കും, കമ്മ്യൂണിസത്തിനെയൊക്കെ നന്നാക്കിയെടുക്കും എന്നായിരുന്നു ഗോർബച്ചേവിന്റെ ആദ്യത്തെ ചിന്ത. പക്ഷെ അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, ഭരണത്തിൽ എത്തി കഴിഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി ഇത് നന്നാവില്ല, പിന്നെ ഒരു വഴിയുള്ളൂ, ഇതങ്ങോട്ട് അവസാനിപ്പിക്കാൻ. അത് ഞാൻ ചെയ്തു. ശരിക്കും കമ്മ്യൂണിസ്റ്റ് ഐഡിയോളജി എന്ന് പറയുന്നത് മനുഷ്യരുടെ സൈക്കോളജിക്ക് യോജിച്ചൊരു കാര്യമല്ല. കാരണം മനുഷ്യൻ ജന്മനാ മടിയനാണ്. അപ്പൊ നമുക്ക് ഫ്രീ ആയിട്ട് എന്തെങ്കിലും കിട്ടുമെന്ന് പറഞ്ഞാൽ നമ്മൾ പണിയെടുക്കില്ല. അതാണ് കമ്മ്യൂണിസം തകർന്നതിന്റെ അവിടെ വേറെ കാര്യമുണ്ട്. അങ്ങനെ അല്ലാത്ത കുറച്ച് ആൾക്കാരുണ്ടാവും, അവര് പണിയെടുത്തോണ്ടിരുന്ന എന്തെങ്കിലും ആയി കഴിയുമ്പോ അവൻ ബൂർഷ്വ. ഇപ്പൊ ഇന്ത്യയിൽ അംബാനി വലിയ ബൂർഷ്വ, അദാനി അടുത്ത ബൂർഷ്വ, ടാറ്റ വേറൊരു ബൂർഷ്വ, ബിർള വേറെ. ശരിക്കും ഈ കമ്മ്യൂണിസത്തിന്റെ ഒരു എക്സാമ്പിൾ കാണണമെങ്കിൽ നമ്മുടെ കേരളത്തിലെ ഗവൺമെന്റ് ഓഫീസുകളിലേക്ക് ഒന്ന് പോയാൽ മതി. അറിയാലോ, ശരിക്കും എല്ലാവർക്കും കിട്ടുന്ന ശമ്പളം സർവീസ് വെച്ചിട്ട് പ്രൊപ്പോർഷണലി സെയിം ആണ്. പക്ഷെ എടുക്കുന്ന പണി 90% ആൾക്കാരുടെ പണി 10% ആൾക്കാരാണ് എടുക്കുന്നത്. ടോട്ടൽ ഉള്ള ഒരു 10% ആൾക്കാരാണ് ഈ സിസ്റ്റം തകരാതെ ഇങ്ങനെ കൊണ്ടുപോകുന്നത്. ഇത് തന്നെയാണ് റഷ്യയിൽ സംഭവിച്ചത്, കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിൽ സംഭവിച്ചത്. ടോട്ടൽ ഉള്ള ഒരു 90% കിട്ടുന്ന പെൻഷനും വാങ്ങിച്ച് ഫ്രീ കിട്ടുന്ന വീടും ഫ്രീ കിട്ടുന്ന ഫുഡും വാങ്ങിച്ച് അവിടെ വെറുതെ ഇരിക്കും. ബാക്കിയുള്ള 10% സെയിം സാധനം തന്നെയാണ് കിട്ടുന്നത്. ബട്ട് 90% പണിയും ബാക്കിയുള്ള 10% ആൾക്കാരായിരിക്കും എടുക്കുന്നുണ്ടാവും. അത് മനുഷ്യന്റെ ശരിക്ക് മെഷീൻസിന് നോക്കുകയാണെങ്കിൽ കമ്മ്യൂണിസം ഏറ്റവും നല്ലൊരു കാര്യമാണ്. പക്ഷെ മനുഷ്യന് ഒരിക്കലും അത് പറ്റില്ല. ഉദാഹരണത്തിന് സിമ്പിൾ ആയിട്ട് പറയാം, അഗ്നിവീർ എന്നൊരു പദ്ധതി വന്നപ്പോ എല്ലാവരും എതിർത്തു. കാരണം അത് ജനങ്ങൾക്ക് ന്യായമായ ഒരു ശമ്പളവും അത് കഴിഞ്ഞ് പിരിഞ്ഞു വരുമ്പോ നല്ലൊരു 4 കൊല്ലം ജോലി ചെയ്ത് കഴിഞ്ഞാൽ 12 ലക്ഷം രൂപ ബെനിഫിറ്റ് ഉണ്ട്. അതെ, ഞാൻ 20 കൊല്ലം കേരള ഗവൺമെന്റ് സർവീസ് ചെയ്യുന്നുണ്ട്, എനിക്ക് പിരിഞ്ഞു വരുമ്പോ 11 ലക്ഷം രൂപ. മാത്രമല്ല ഇവരവിടെ ക്യാമ്പിൽ ഇരിക്കുമ്പോൾ ഫുഡ്, അതും ട്രെയിനിങ് പീരീഡിൽ നല്ല ഫുഡ് ആയിരിക്കില്ല, ട്രെയിനിങ് കഴിഞ്ഞ് പോസ്റ്റിൽ കയറിയ നല്ല ഫുഡ്, താമസവും ഭക്ഷണവും എല്ലാം സൗകര്യം, ഭക്ഷണം ഫ്രീ ആയി കിട്ടും, ശമ്പളം മുഴുവൻ സേവ് ചെയ്യാം. അപ്പൊ ശരിക്ക് 12 ലക്ഷം എന്ന് പറയുമെങ്കിലും ഏകദേശം 25,000 രൂപ 30,000 രൂപ എന്താണ് സാലറി ഫസ്റ്റ് ഇയറിൽ. സെക്കൻഡ് ഇയറിൽ 5,000 വെച്ച് കൂടും, 5,000 തേർഡ് ഇയറിൽ 6,000 കൂടും, പിന്നെ 8,000 കൂടും. അപ്പൊ ശരിക്കും ആ സാലറി കൂടെ കൂട്ടുമ്പോൾ ഏകദേശം ഞാൻ കാൽക്കുലേറ്റ് 30 ലക്ഷം 40 ലക്ഷം രൂപ നമുക്ക് ടോട്ടൽ കയ്യിൽ കിട്ടും. എന്താ കുഴപ്പമെന്ന് വെച്ചാൽ ഇവിടെ കൊടി പിടിക്കാൻ ആളെ കിട്ടില്ല. ഞാൻ ഏജായതുകൊണ്ടാണ്, അല്ലെങ്കിൽ എനിക്ക് പോണെന്ന് ഭയങ്കര ആഗ്രഹമാണ്. അതുകൊണ്ടാണ് ഈ പറഞ്ഞ രീതിയിൽ ഇടവും ബലവും അതിനെ എതിർത്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇങ്ങനെ ഇവരുടെ പുറകെ നടക്കാൻ കുറെ ആൾക്കാർ വേണം. അതൊക്കെ പോട്ടെ, നമുക്ക് നമ്മുടെ വിഷയത്തിൽ തെന്നി മാറും. കാരണം ഇത് ഈ വേൾഡ് പൊളിറ്റിക്സും ചന്ദ്രന്റെ മിഷനും വളരെ ഇന്റർ കണക്റ്റഡ് ആണ്. അങ്ങനെ എന്തായാലും 61 കെന്നഡിയാണ് ഇതിനൊരു പുതുജീവൻ കൊടുക്കുന്നത്. അതായത് സോവിയറ്റ് യൂണിയനേക്കാൾ സുപ്പീരിയർ ആവണം USA എന്നുള്ള ഒരു ഇതിലാണ് ഈ ലൂണാർ മിഷൻ കൊണ്ടുവരുന്നത്. ലൂണാർ മിഷൻ മാത്രമല്ല, ഈവൻ സ്പേസ് മിഷൻ പോലും മര്യാദയ്ക്ക് ലെവലിലെത്തിയത് കെന്നഡിക്ക് ശേഷമാണ്. 61 തന്നെയാണ് തോന്നുന്നത് അലൻ ഷെപ്പേർഡ് ആദ്യമായിട്ട് പോയത്. അതായത് 25/5/61 അന്നാണ് കോൺഗ്രസ് അനുമതി കൊടുക്കുന്നത് ഈ ഫണ്ടിങ്ങിന്. അതിനുശേഷം 1 ഇയർ അവര് ആദ്യം റോക്കറ്റ് അയച്ചു, പിന്നെ ആദ്യം നായ എന്തോ അയച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ അവർ കൊരങ്ങന്മാരാണ് കൂടുതൽ ആദ്യം പരീക്ഷയിരുന്നു. അതൊന്നും പേര് വന്നിട്ടില്ല, റെക്കോർഡ് അല്ല, അത് അയക്കാനുള്ള ടെസ്റ്റ് നടത്തിയിരുന്നു. അല്ല, പിന്നെ അവർക്ക് മനസ്സിലായി ഈ നായ എന്ന് പറയുന്നത് േക്കാൾ ബെറ്റർ കൊരങ്ങന്മാരും ചിമ്പാൻസികളും ഒക്കെയാണ്. അവര് കുറച്ചുകൂടെ ഇതിനോടൊക്കെ റെസ്പോണ്ട് ചെയ്യും. കാരണം റഷ്യ ഇങ്ങനെ നായ അയക്കുന്നു, ഓരോരോ തെരുവ് പട്ടിയായിട്ട് അയക്കും, അത് ചാവും. ലേക്ക് മാത്രമല്ല 4 ചത്തു പോയിട്ടുണ്ട് അങ്ങനെ. അപ്പോൾ ഇവർ കൊരങ്ങന്മാരെ ഏപ്സിനെയൊക്കെ അയച്ചു, ചിമ്പാൻസിയൊക്കെ അയച്ചു. ചിമ്പാൻസിയൊക്കെ പോയിട്ട് സക്സസ്ഫുൾ ആയി തിരിച്ചു വന്ന ശേഷമാണ് അലൻ ഷെപ്പേർഡിനെ അയക്കുന്നത്. കാരണം അമേരിക്ക ഒരു മനുഷ്യനെ വെച്ച് റിസ്ക് എടുക്കുന്നുണ്ടായിരുന്നില്ല അധികം. അപ്പോൾ അലൻ ഷെപ്പേർഡിനെ അയക്കുന്നത് ഇത്രയും ടെസ്റ്റുകൾക്ക് ശേഷമാണ്. അപ്പോൾ റഷ്യ അങ്ങനെയല്ല, ലേക്ക് മരിച്ചു, 4-5 നായക്കളെ അയച്ചു, തിരിച്ചു വന്നു, ഇനി ഒരു മനുഷ്യനെ അയക്കാം. നേരെ ഗഗാറിന് ഒരു ശരിക്കും ഗഗാർ മിന്നിയുടെ പല ഇതിലും പറഞ്ഞിട്ടുണ്ട്, അന്ന് ഒരു ടെസ്റ്റോ ഒന്നുമില്ല, ബലം കൊണ്ട് തിരിച്ചു വന്നില്ല. അങ്ങേര് പോകുമ്പോ അങ്ങേർക്ക് പോലും ഉറപ്പുണ്ടായിരുന്നില്ല അങ്ങേര് തിരിച്ചു വരുന്നത്. അങ്ങേര് മാത്രമല്ല, ഇന്നത്തെ റഷ്യൻ പ്രസിഡന്റ് യൂറി ഗഗാറിൻ മരിച്ചു കഴിഞ്ഞാൽ പറയാനുള്ള പ്രസംഗം വരെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു.
കാരണം ഇത് ഒറ്റ ദിവസത്തിൽ പോയി സ്പേസ് എന്ന് പറഞ്ഞാൽ ഇവിടെ ആകെ 200 കിലോമീറ്റർ 300 കിലോമീറ്റർ അത്രേ ഉള്ളൂ ഹൈറ്റ്. അപ്പോൾ ഏതാനും മണിക്കൂറുകൾക്കകം പോയി വരാം, അത്രേ ഉള്ളൂ. ഇവിടെ ഏകദേശം 5 മിനിറ്റ് ആണ് ഫ്ലൈറ്റ് ഡ്യൂറേഷൻ. ഇവർക്ക് കാരണം ഫ്ലൈറ്റ് എന്ന് പറഞ്ഞാൽ 5 മിനിറ്റ് ആണ്. 5 മിനിറ്റ് ഇവിടുന്ന് അവിടെ പോയി അവിടെ പുള്ളി ഏകദേശം 2.5 മണിക്കൂർ എന്താണ് 1.5 ഓർബിറ്റ് കഴിഞ്ഞിട്ട് തിരിച്ചിറങ്ങണം. അപ്പോൾ ആകെ 3 മണിക്കൂറേ ഉള്ളൂ. മരിച്ചു കഴിഞ്ഞാൽ അടുത്ത പ്രസംഗം റെഡിയാക്കാനുള്ള ടൈമില്ല. പ്രസംഗം എഴുതി പോക്കറ്റിൽ ഇട്ടിട്ടാണ് ലോഞ്ചിൽ നിൽക്കുന്ന ആൾ, ലോഞ്ച് കാണാനായിട്ട് റഷ്യൻ പ്രസിഡന്റ് നിൽക്കുന്നത്. ആർക്കും ഉറപ്പുണ്ടായിരുന്നില്ല തിരിച്ചത്. ശരിക്കും ഒരു മിറാക്കിളാണ് യൂറി ഗഗാറിൻ തിരിച്ചു വന്നത്. കാരണം പ്രോപ്പർ ടെസ്റ്റിംഗ് ഒന്നൊക്കെ ചെയ്തിട്ടാണെങ്കിൽ 61-ൽ ഗഗാറിൻ പോയിട്ടുണ്ടാവില്ല. ജസ്റ്റ് ഒരു മിസൈൽ മൂട്ടിൽ വെച്ചിട്ടാണ് പുള്ളി പോണത്. 12/4/61 അതാണ് ഗഗാറിൻ പോകുന്നത്. അമേരിക്ക അലൻ ഷെപ്പേർഡിനെ വെച്ച് കുറെ കൂടെ ടെസ്റ്റ് ഒക്കെ നടത്തിയിട്ടായിരുന്നു. മാത്രമല്ല അത് ഈ മിസൈലും കൊണ്ടല്ലോ പോകുന്നത്, അതിനായിട്ടുള്ള വെഹിക്കിൾസിലാണ്. പക്ഷേ അപ്പോഴേക്ക് ഇവര് ലക്ഷ്യം മാറ്റി. കാരണം ഇവിടെ എത്താനുള്ളതൊക്കെ എത്തി എല്ലാവരും. ചന്ദ്രൻ 59 തന്നെ ലൂണ 2 എന്ന് പറഞ്ഞ പേടകം റഷ്യക്കാർ അവിടെ ഇടിച്ചിറക്കിയിരുന്നു. അതായത് ഗഗാറിനെ അയക്കുന്നതിന് മുമ്പ്. അപ്പോൾ അമേരിക്കക്കാരുടെ പെർസ്പെക്റ്റീവ് എന്തായി? ഓൾറെഡി റഷ്യ പേടകം അവിടെ അയച്ചു കഴിഞ്ഞു, സ്പേസിലേക്ക് ആളെ അയക്കാനുള്ള ടെക്നോളജി എത്തി. അപ്പോൾ അമേരിക്കക്കാർക്ക് ഒരു റഷായി എത്രയും പെട്ടെന്ന് അവിടെ ആളെ എത്തിക്കണം. ഫണ്ടിങ്ങനെ ഒഴുകുമായിരുന്നു നാസയിലേക്ക്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ അവര് 1 by 1 ആയിട്ട് പേടകങ്ങൾ അയക്കാൻ തുടങ്ങി. ഒന്ന് കഴിഞ്ഞ് അടുത്ത വിൻഡോ ആകുമ്പോഴേക്ക് ശരിക്കും അപ്പോളോ 11 ആണല്ലോ ഇറങ്ങിയത്. അതെ, അതിന് മുമ്പ് അപ്പോളോ 10 വരെ അയച്ചിട്ടുണ്ട് മീൻസ് എല്ലാം അയക്കുകയല്ല. അപ്പോളോ 1 ആണ് മനുഷ്യനെ വെച്ചിട്ടുള്ള ആദ്യത്തെ ടെസ്റ്റ് ഫ്ലൈറ്റ്. അത് അതിനു മുമ്പ് ഒരു 2-3 അതിന് കോഡ് നെയിം മാത്രമേ കൊടുത്തിട്ടുള്ളൂ. കാരണം മാക്സിമം രഹസ്യമൊക്കെ വെക്കാനാണ് ഇവർ നോക്കുന്നത്. അപ്പോൾ കോഡ് നെയിം മാത്രം വെച്ചിട്ട് അൺമാൻഡ് മിഷൻസ് ചന്ദ്രനിലേക്ക് ഒരു 3 ആളെണ്ണം അയച്ചിട്ടുണ്ട്. അതിൽ ഒരെണ്ണം ആദ്യം സ്റ്റെപ്പ് എന്ന് പറയുന്നത് എർത്തിനെ ഓർബിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ആദ്യം എർത്തിനെ ഓർബിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എർത്തിനെ ഓർബിറ്റ് ചെയ്ത് ചന്ദ്രനിൽ പോയി ഓർബിറ്റ് ചെയ്ത് തിരിച്ചു വരിക എന്നുള്ളത്. പിന്നെ ചന്ദ്രനിൽ പോയി ലാൻഡ് ചെയ്യുക എന്നുള്ളത്. അങ്ങനെ അൺമാൻഡ് മിഷൻസ് ആയിട്ട് 3-4 ആദ്യം അയച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അപ്പോളോ 1 അതാണ് മനുഷ്യനെ വെച്ചിട്ടുള്ള ആദ്യത്തെ ടെസ്റ്റ് ഫ്ലൈറ്റ്. അതിന്റെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ അതാണ് Saturn V റോക്കറ്റിന്റെ ആദ്യത്തെ പരീക്ഷണം. ആ റോക്കറ്റ് വെച്ചിട്ട് റോക്കറ്റ് ഗ്രൗണ്ട് ടെസ്റ്റിംഗ് ആയിരുന്നു അപ്പോളോ 1-ന്റെ ലക്ഷ്യം. മനുഷ്യരെ ആ റോക്കറ്റിനകത്ത് പേടകത്തിനകത്തിരുത്തി അടിയിൽ റോക്കറ്റിന്റെ മേലെ അത് ഘടിപ്പിച്ചിട്ട് ഗ്രൗണ്ടിൽ തന്നെ നിന്ന് ആ റോക്കറ്റ് ഇഗ്നൈറ്റ് ചെയ്ത് ഓഫ് ചെയ്യുക, അത്രയും ഉണ്ടായിരുന്നുള്ള ലക്ഷ്യം. പക്ഷേ ഗ്രൗണ്ടിൽ ഇഗ്നിഷൻ സീക്വൻസിന്റെ ഇടയിൽ റോക്കറ്റ് പൊട്ടിത്തെറിച്ചു. അപ്പോളോ 1-ലെ യാത്രികൾ മരിച്ചുപോയി. അങ്ങോട്ട് പോകേണ്ട മരിച്ചു. അതായത് അമേരിക്ക അത്രയും സേഫ് ആയിട്ടായിരുന്നു ശ്രമിച്ചിരുന്നത്. അത്രയും ടെസ്റ്റിംഗ് കഴിഞ്ഞിട്ട് സ്പേസിലേക്ക് അയക്കുള്ളൂ എന്ന് ഉറപ്പിച്ചിരുന്നു. അപ്പൊ സ്പേസിൽ എത്തിയില്ലെങ്കിൽ കൂടെ അതിന് മുമ്പേ മരണം സംഭവിച്ചു. ഒരു ടെസ്റ്റ് നടത്താതെ ഗഗാറിൻ പോയിട്ട് വന്നു. ടെസ്റ്റ് ഒക്കെ നടത്തിയിട്ടും ഗ്രൗണ്ട് ടെസ്റ്റിൽ തന്നെ ആദ്യത്തെ ആൾ മരിച്ചു. ആദ്യത്തെ ക്രൂ മരിച്ചു. 3 പേരുണ്ടായിരുന്നു. 3 പേരാണ് അമേരിക്ക ഡിസൈൻ ചെയ്തിരിക്കുന്ന ക്രൂ അന്നൊക്കെ. അത് ഈ പറഞ്ഞ അവിടെ അപ്പോളോ 11-ലെ 3 പേര് തന്നെയായിരുന്നു. അതെ, ഒരാൾ കമാൻഡർ. അതായിരിക്കും ഈ 3 പേരെയും കമാൻഡ് ചെയ്യുന്ന ലീഡർ അയാളായിരിക്കും. ആര് എന്ത് എപ്പോൾ ചെയ്യണമെന്ന് അയാളായിരിക്കും തീരുമാനിക്കുക. രണ്ടാമത്തെ ആള് കൺട്രോൾ മോഡ്യൂളിന്റെ ക്യാപ്റ്റൻ. മൂന്നാമത്തെ ആള് ലാൻഡിംഗ് മോഡ്യൂളിന്റെ ക്യാപ്റ്റൻ. അതായത് നമ്മൾ ഈ പോണ റോക്കറ്റിൽ അവിടേക്ക് ഇറങ്ങാൻ പറ്റില്ല, അത് അത്രയും കുറച്ചുകൂടെ മാസീവ് ആയിരിക്കും. ഒരു ചെറിയൊരു റൂമിന്റെ, അതായത് സിമ്പിൾ ആയിട്ട് നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ റോക്കറ്റ് എന്ന് പറയുന്നത് ഒരു 30 നില കെട്ടിടത്തിന്റെ വരെയുള്ള ഒരു സാധനമാണ്. അതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഭൂമിയിലെ ഗ്രാവിറ്റിയിൽ നിന്ന് സ്പേസിലേക്ക് എത്തുക, അത്രേ ഉള്ളൂ റോക്കറ്റിന്റെ ലക്ഷ്യം. സ്പേസിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അധികം എനർജി ആവശ്യമില്ല, ഭൂമിയുടെ ഗ്രാവിറ്റി ഇല്ലല്ലോ, മൈക്രോ ഗ്രാവിറ്റി എൻവയോൺമെന്റ് ആണ്. അപ്പോൾ അവിടുന്ന് മാനൂവർ ചെയ്യാനായിട്ട് അധികം ആവശ്യമില്ല. അപ്പോൾ അത് ഏകദേശം ഒരു വലിയ ബസ്സിന്റെ വലിപ്പമുള്ള ഒരു മൊഡ്യൂളായിരിക്കും ഈ കമാൻഡ് മൊഡ്യൂൾ. അപ്പോൾ അതിന്റെ ക്യാപ്റ്റനാണ് ഈ കമാൻഡ് മൊഡ്യൂളിന്റെ ക്യാപ്റ്റൻ. അന്ന് ലാൻഡ് ചെയ്തതിന്റെ മിഷന്റെ കാര്യം പറയുകയാണെങ്കിൽ മൈക്കൽ കോളിൻസ് ആയിരുന്നു അതിന്റെ ലാൻഡ് ചെയ്ത മിഷനിൽ. ആ മിഷനിൽ ഈ ഡബിൾ ഡെക്കർ ബസ് പോലുള്ള സാധനം ഓടിക്കുന്ന ആള് മൈക്കൽ കോളിൻസ്. അതായത് ഭൂമിയിൽ നിന്ന് ചന്ദ്രനിലേക്ക് എത്തിക്കലാണ്, തിരിച്ചും ചന്ദ്രനിൽ നിന്ന് ഭൂമിയിലേക്ക് എത്തിക്കലാണ് അയാളുടെ ഡ്യൂട്ടി. പിന്നെ ചന്ദ്രനിൽ ഇതിന്ന് ഒരു കാറിന്റെ വലിപ്പമുള്ള ചെറിയ റൂമിന്റെ വലിപ്പമുള്ള ഒരു പേടകം അവിടുന്ന് ചന്ദ്രനിലേക്ക് ഇറക്കും. അതാണ് ലാൻഡിംഗ് മോഡ്യൂൾ. ഈ പേടകം ചന്ദ്രനെ ചുറ്റിക്കൊണ്ടിരിക്കും. അതിന്ന് വിട്ടിട്ട് ഒരു ചെറിയ സാധനം, അപ്പോൾ അത്രയും ചെറിയ മാസം അവിടുന്ന് പ്രൊപ്പൽ ചെയ്താൽ മതി. അതെന്ന് പറഞ്ഞാൽ ഈ 3-4 ദിവസത്തോളം എടുക്കും ചന്ദ്രനിലെത്താൻ, ദൂരം അനുസരിച്ചിട്ട്. അപ്പോൾ ഈ 3 ദിവസത്തേക്ക് ഇവരുടെ എല്ലാ കാര്യങ്ങളും സസ്റ്റെയിൻ ചെയ്യാനുള്ള കാര്യങ്ങൾ ഈ വലിയ സാധനം കമാൻഡ് മോഡ്യൂളിൽ ഉണ്ടാവണം. മറ്റേതങ്ങനെയല്ല, ചന്ദ്രനിൽ ഇറങ്ങി ഏതാനും മണിക്കൂറുകൾ സ്പെൻഡ് ചെയ്ത് തിരിച്ചു വരികയാണ്. അപ്പോൾ അത് കുറച്ചുകൂടെ ചെറുതാക്കാം. അവർക്ക് ഏകദേശം ഏതാനും മണിക്കൂറുകൾ ചെയ്താൽ അപ്പോൾ അതിൽ ടോയ്ലറ്റ് അങ്ങനെയുള്ളൊന്നും ഉണ്ടാവില്ല, എല്ലാം സ്പേസ് ഓക്സിജൻ ഉണ്ടാവില്ല, വെള്ളം ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല, ഒക്കെ സ്പേസ് സ്യൂട്ടിലായിരിക്കും. ചന്ദ്രനിൽ ഇറങ്ങി കഴിഞ്ഞാൽ അവർ ഫുൾ സ്യൂട്ടിലാണ്. സ്യൂട്ട് അടിക്കാനുള്ള മെഷീൻ പോലും അതിനകത്ത് ഉണ്ടാവില്ല, അത്രയ്ക്ക് ബേസിക്. ഈ സ്യൂട്ട് എന്ന് പറഞ്ഞാൽ ഏകദേശം 120-130 കിലോ വെയിറ്റ് ഉണ്ട് ഈ സ്യൂട്ടിന്. ഒരാൾക്ക് ഒറ്റയ്ക്ക് അത് ഇടാൻ പോലും പറ്റില്ല ഒരു മെഷീന്റെ സഹായം. ചന്ദ്രനിൽ ഗ്രാവിറ്റി കുറവാണല്ലോ. ചന്ദ്രനിൽ നടക്കണമായിട്ട് നിൽക്കാൻ പോലും പറ്റില്ല, അപ്പടെ വീടും. മനസ്സിലായി? അതിന്റെ കൂടുതൽ വെയിറ്റും ബാക്കിലായിരിക്കും. കാരണം ഓക്സിജൻ ടാങ്ക് അതിൽ ചെറിയ ഹോസുകളുമായിട്ട് അതിന്റെ ബോഡി മുഴുവൻ കവേർഡ് ആയിരിക്കും. അതിൽ കൂടെ ചൂടുവെള്ളവും തണുത്ത വെള്ളവും
ബാക്കിൽ ഒരു മൊഡ്യൂൾ ഒന്ന് ചൂടാക്കുകയും തണുപ്പിക്കുകയും അതിന്റെ ബാറ്ററി അടക്കം അതിനകത്താണ്. അങ്ങനെ ചൂടാക്കിയാണ് ടെമ്പറേച്ചർ റെഗുലേഷൻ. കാരണം ഇവർക്ക് ചൂടുമാക്കണം തണുപ്പുമാക്കണം. കാരണം ചന്ദ്രന്റെ ഇരുട്ടുള്ള ഭാഗത്ത് പോവുകയാണെങ്കിൽ അവിടെ നെഗറ്റീവാണ് ടെമ്പറേച്ചർ. വെയിലുള്ള ഭാഗത്താണെങ്കിൽ അവിടെ 100 ഡിഗ്രി 200 ഡിഗ്രി ഒക്കെയാണ് ടെമ്പറേച്ചർ, ചന്ദ്രനിൽ വായു ഇല്ലാത്തതുകൊണ്ട്. പിന്നെ റേഡിയേഷൻ, സൂര്യന്റെ റേഡിയേഷൻ, വായു ഇല്ലാത്തതുകൊണ്ട് സൂര്യന്റെ റേഡിയേഷൻ ഭയങ്കര ഹാർഷായിരിക്കും. അതൊന്ന് പ്രൊട്ടക്ട് ചെയ്യണം. വൈസർ അത്രയും സ്ട്രോങ് ആയിരിക്കണം. ആ വൈസറിനെ മാറ്റാൻ പറ്റുന്നതായിരിക്കണം. മറ്റേ ഇരുട്ടത്തൊന്നും കാണില്ല ഇരുട്ടുള്ള ഭാഗത്ത് പോകുമ്പോൾ. ചന്ദ്രൻ രാത്രിയുണ്ട് പകലുണ്ട്. അതന്നെ ഇവർ പോണതെന്ന് പറഞ്ഞാൽ ഭൂമിയിൽ സൂര്യഗ്രഹണം, ചന്ദ്രനിൽ ഭൂമിയിൽ ചന്ദ്രഗ്രഹണം നടക്കുന്ന ഒരു ദിവസമാണ്. അപ്പൊ അവർക്ക് ചന്ദ്രനിൽ നിന്ന് സൂര്യഗ്രഹണം കാണാൻ പറ്റും, ഭൂമി സൂര്യനെ. അപ്പൊ അതിന് മുഴുവൻ പ്രിപ്പയർ ആയിട്ടാണ് ഇവർ പോണത്. അപ്പൊ ഇരുട്ടും പകലും രാത്രിയും ടെമ്പറേച്ചർ ആയാലും വെളിച്ചമായാലും കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന എല്ലാ സംഭവങ്ങളും ഈ സ്യൂട്ടിൽ ഉണ്ടാവണം. ഇപ്പൊ 120-130 കിലോ ഉള്ള സ്യൂട്ട് ഈ കമാൻഡ് മൊഡ്യൂളിൽ, അതായത് ചന്ദ്രനെ ചുറ്റുന്ന ആ മെഷീനകത്താണ് ഇത് ഇടാനും എടുക്കാനുമുള്ള മെഷീൻസ് അടക്കം ഉള്ളത്. അതന്നെ ഒരാളുടെ ഹെൽപ്പും കൂടെ വേണം. അതാണ് ഒരാളെ ഇറങ്ങാതെ അവിടെ ഇരുന്നത്. അത് കൺട്രോൾ ചെയ്യാൻ വേണം, ഇതൊക്കെ ഇടാനൊന്ന് സഹായിക്കാൻ വേണമല്ലോ. അതും വേണം. മനസ്സിലായോ? അവിടെ കൺട്രോൾ ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ആൻഡ്രോയിഡ് ഫോണിനേക്കാൾ വളരെ 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 ചെറിയ കമ്പ്യൂട്ടേഷണൽ പവർ കൊണ്ടാണ് ഇത് പോണത്. ഈവൻ ഒരു അന്നത്തെ കാലത്തെ ഫ്ലൈറ്റിന്റെ അത്രയും ഓട്ടോമാറ്റിക് സംവിധാനങ്ങൾ പോലും ഇതിലുണ്ടായിരുന്നില്ല, വിമാനത്തിന്റെ അത്രയും പോലും. കാരണം അത് ഫുള്ളി ടെസ്റ്റഡ് ആയിരിക്കണം. അതാണ് അവരുടെ ഏറ്റവും വലിയൊരു ഇത്. അപ്പോൾ ടെസ്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ചെയ്യുള്ളൂ. അന്നൊക്കെ വിമാനത്തിൽ ഓട്ടോമാറ്റിക് സംവിധാനങ്ങൾ വന്നു തുടങ്ങിയിട്ടേ ഉള്ളൂ. അതൊന്നും ഇതിൽ കൊണ്ടുവന്നിട്ടില്ല. പിന്നെ വിമാനത്തിനേക്കാൾ ഒരു 10,000 ഇരട്ടി കോംപ്ലിക്കേറ്റഡും ആണ് ഇതിന്റെ കാൽക്കുലേഷൻ എന്ന് പറയുമ്പോൾ. ഒരു മനുഷ്യൻ തന്നെ അതിനെ കൺട്രോൾ ചെയ്യാൻ വേണം. അപ്പോൾ ഈ താഴേക്ക് വരുന്ന മൊഡ്യൂളിന്റെ ക്യാപ്റ്റനാണ് ബസ് ആൾഡ്രിൻ. അന്ന് താഴോട്ട് ഇറക്കിയാണ്. അപ്പൊ ഇതില് ആര് ഫസ്റ്റ് ഇറങ്ങണം നീൽ ആംസ്ട്രോങ് ചൂസ് ചെയ്യാം. പുള്ളി സത്യം പറഞ്ഞാൽ പുള്ളിയെ തന്നെ ചൂസ് ചെയ്യാം, അല്ലെങ്കിൽ ബസ് ആൾഡ്രിനെ ഇറക്കാം ഫസ്റ്റ് ഇറങ്ങണം. പിന്നീട് ഏതൊരു മിഷനിൽ കമാൻഡർ ആദ്യം ഇറങ്ങാതെ രണ്ടാമത്തെ ഇറക്കിയിട്ടുണ്ടായിരുന്നു. ശരിക്കും 2 വർഷം പറയാം. ഒന്ന്, അവിടെ ഇറങ്ങി എന്ത് സംഭവിക്കുന്ന ലോകത്ത് ആർക്കും അറിയില്ല. ആളപ്പം തന്നെ കരിഞ്ഞു പോകുന്നവരും അറിയില്ല. മനസ്സിലായോ? പുള്ളിയുടെ ശരിക്കും പുള്ളിയുടെ പ്രശ്നം അതും കൂടിയാണ്. ഒരു സ്വയം സംഭവിക്കുകയാണെങ്കിൽ ഞാനായിക്കോട്ടെ, അവൻ രക്ഷപ്പെട്ടെ. കാരണം പുള്ളിക്ക് നേരെ മൊഡ്യൂളിൽ തന്നെ ഇരുന്നാൽ മതി, അവിടെ നിന്ന് തിരിച്ചു വരാം. ആംസ്ട്രോങ് എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ചില്ലറപ്പെട്ടൊരു മനുഷ്യനല്ല. അയാൾ ഒരു മനുഷ്യനാണോ എന്ന് തന്നെ നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. പുള്ളി എയർഫോഴ്സ് സ്കൂളിൽ നിന്ന് റാങ്ക് 1 ആയിട്ട് പാസ്സായ ഒരു മനുഷ്യനാണ്. അമേരിക്കയുടെ എയർഫോഴ്സ്, അതിൽ തന്നെ അമേരിക്കൻ യുദ്ധമുഖങ്ങളിലൊക്കെ പലപ്പോഴും പങ്കെടുത്തിട്ടുള്ള ഒരു മനുഷ്യനാണ്. അതിനുശേഷം അമേരിക്കയുടെ സൂപ്പർസോണിക് വിമാനം, ലോകത്തിലെ ഏറ്റവും സ്പീഡ് കൂടിയ SR-71 ബ്ലാക്ക് ബേർഡ് എന്നുള്ള വിമാനം പറത്തിയിരുന്ന ഒരു പൈലറ്റാണ് ഇദ്ദേഹം. അത് ചന്ദ്രനിൽ പോയി തിരിച്ചു വന്ന ശേഷം ഇദ്ദേഹമാണ് ലോകത്ത് ഇന്നേ വരെ പോയിട്ടുള്ള മനുഷ്യൻ പറത്തിയിട്ടുള്ള വിമാനത്തിന്റെ ഇതിൽ 2nd ഹയസ്റ്റ് സ്പീഡ് ഇങ്ങനെയാണ്. ആ വിമാനമാണ് ഇന്നേവരെ പോയിട്ടുള്ള ഏറ്റവും കൂടുതൽ സ്പീഡിൽ പോയിട്ടുള്ള വിമാനം. SR-71 ബ്ലാക്ക് ബേർഡിനേക്കാൾ സ്പീഡിൽ പോണ ഒരു മനുഷ്യൻ കൺട്രോൾ ചെയ്യുന്ന വിമാനം അതിനുശേഷം ഉണ്ടായിട്ടില്ല. ആ വിമാനത്തിന്റെ സ്പീഡ് എന്ന് പറയുന്നത് Mach 6 ആണ് മാക്സിമം പോയിട്ടുള്ളത്. Mach 6 എന്ന് പറഞ്ഞാൽ ശബ്ദത്തിനേക്കാൾ 6 ഇരട്ടി വേഗം. അതേ വിമാനം തന്നെ ഓടിച്ചതിൽ 2nd പ്ലേസ് കിട്ടിയത് നീൽ ആംസ്ട്രോങ്ങിനാണ്. നീൽ ആംസ്ട്രോങ്ങിന്റെ കാര്യം പറയുകയാണെങ്കിൽ അത് അങ്ങേരുടെ ഫ്ലൈറ്റുകാരനാണ് Mach 6 ആ വിമാനം എത്തിക്കാൻ പറ്റിയത്. Mach 6 പുള്ളി എത്തേണ്ടതായിരുന്നു. പക്ഷെ Mach 5.6 എത്തിയപ്പോൾ അതിന് ടെക്നിക്കൽ എറർ വന്നു. Mach 5.6 അയാൾ എഞ്ചിൻ ഇല്ലാതെയാണ് അത് ലാൻഡ് ചെയ്യിച്ചത്. ആലോചിക്കാൻ പറ്റുമോ? Mach 5.6 എത്തിയപ്പോൾ ശബ്ദത്തിനേക്കാൾ 5.6 ഇരട്ടി വേഗത എത്തിയപ്പോൾ ഇതിന്റെ എഞ്ചിൻ നഷ്ടപ്പെട്ടു. എഞ്ചിൻ ഫെയിലായി. 2 എഞ്ചിനും ഫെയിലായി. 2 എഞ്ചിനും രണ്ടും ഫെയിലായി. അയാൾ അതില്ലാതെ ഗ്ലൈഡ് ചെയ്ത് അവിടെ ഇറക്കി. അന്നുള്ള എല്ലാ ആൾക്കാരും, ആ മിഷനിൽ പങ്കെടുത്തിട്ടുള്ള എല്ലാ ആൾക്കാരും പറയുന്നുണ്ട് നീൽ ആംസ്ട്രോങ് അല്ല വേറെ ആരാണ് അത് പറത്തിരുന്നെങ്കിലും കഴിഞ്ഞു, ആ വിമാനം കഴിഞ്ഞു. റിസ്ക് ടേക്കിംഗ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്. ശരിക്കും പറയുകയാണെങ്കിൽ പുള്ളി ഞാൻ ഫസ്റ്റ് ആവാന്ന് പറഞ്ഞ് പോയതല്ല, പുള്ളി റിസ്ക് സ്വയം എടുത്താണ്. പുള്ളി ആദ്യം ഇറങ്ങി കുറെ ടെസ്റ്റും കാര്യങ്ങളും കഴിഞ്ഞ് 17 മിനിറ്റ് കഴിഞ്ഞാണ് ബസ് ആൾഡ്രിനെ ഇറക്കിയത്. അതുവരെ പുള്ളി റിസ്ക് മുഴുവൻ സ്വയം ഏറ്റെടുത്തത്. കാരണം സൂര്യന്റെ റേഡിയേഷൻ കാരണം അപ്പൊ ക്യാൻസർ അടിച്ച ആൾ മരിക്കുമെന്ന് പോലും അറിയില്ല. തിയറി മാത്രമുണ്ട്. മനസ്സിലായോ? അപ്പൊ അങ്ങനെയാണ് അവിടെ പോയി ആദ്യം ഇറങ്ങുന്നത്. ഇറങ്ങി അതിനുശേഷം അവരവിടെ കുറെ നേരം സ്പെൻഡ് ചെയ്തു. കുറെ ഐറ്റംസ് ഒക്കെ സാമ്പിൾസ് ഒക്കെ എടുത്തു. ഫ്ലാഗ് അവിടെ ഹോയിസ്റ്റ് ചെയ്തു. ബസ് ആൾഡ്രിൻ ഒരു കുടുംബത്തിന്റെ ഫോട്ടോ അവിടെ നിക്ഷേപിച്ചു. നീൽ ആംസ്ട്രോങ് പിന്നെ അങ്ങനെയുള്ള പേഴ്സണൽ ലൈഫും പ്രൊഫഷണൽ ലൈഫും ഒരിക്കലും മിക്സ് ചെയ്യില്ല. അയാളുടെ വൈഫ് അടക്കം ഡിവോഴ്സ് ചെയ്ത് പോയതാണ് ഇയാളുടെ ഈ വർക്കഹോളിക്സും കാരണം. അപ്പോൾ അങ്ങനെയുള്ള പേഴ്സണൽ കണക്ഷൻ ഒന്നുമില്ല പുള്ളിക്ക്. ബസ് ആൾഡ്രിൻ പക്ഷേ ചന്ദ്രനിൽ ആദ്യമായിട്ട് പോയിട്ട് ഒരു ഫാമിലി ഫോട്ടോ അവിടെ ഇട്ടു. അതുമാണ് മനുഷ്യന്റെ ആദ്യത്തെ വേസ്റ്റ് ഇടലെന്ന് വേണേലും പറയാം. ഫോട്ടോ ഒന്നുമല്ല, പ്ലാസ്റ്റിക് ഒന്നുമല്ല. അങ്ങനെ അവരവിടെ ഏതാനും മണിക്കൂറുകൾ സ്പെൻഡ് ചെയ്തു. അതിനുശേഷം തിരിച്ച് ആ ലൂണാർ മൊഡ്യൂളിൽ കയറി. എന്നിട്ട് ആ ലൂണാർ മൊഡ്യൂളിൽ ചെറിയ റോക്കറ്റ് ഉണ്ട്. ചന്ദ്രനിൽ എന്താ വെച്ചാൽ പ്രത്യേകത എയർ ഇല്ല, ഗ്രാവിറ്റി ഉണ്ട് ഭൂമിയേക്കാൾ 1/6 ആണ്. അതിന്റെ എസ്കേപ്പ് വെലോസിറ്റി എന്ന് പറയുന്നത് ഇത്രക്കില്ല, ഭൂമിയുടെ അത്രയില്ല. ഭൂമിയുടെ 1/6 ഉള്ളൂ. പിന്നെ ഈ എയർ റെസിസ്റ്റൻസ് ഇല്ലാത്തതുകൊണ്ട് എനർജി അതിനേക്കാൾ പിന്നെയും കുറവ് മതി. അപ്പോൾ
അത്ര വലിയ എഞ്ചിൻ അല്ല, ചെറിയൊരു എഞ്ചിൻ വെച്ചിട്ട് അവിടുന്ന് പറന്ന് കമാൻഡർ മൊഡ്യൂളിലെത്തി. അതും ഒരു കാര്യം ആലോചിച്ചു, അവരുടെ പെർസ്പെക്റ്റീവ് ആലോചിച്ച് നോക്കണം. സ്പേസിൽ ഈ 2 സാധനങ്ങളും കൂട്ടിച്ചേർക്കണം, എയർ ടൈറ്റും ആയിരിക്കണം ആ കൂട്ടിച്ചേർല്. അപ്പോൾ അതിലൊക്കെ നമ്മൾ പറയുമ്പോൾ ഇത്രയും സിമ്പിൾ ആണെങ്കിലും കോംപ്ലിക്കേഷൻസ് അത്രയും കൂടുതലാണ്. അതായത് രണ്ടും സ്റ്റേഷനറി നിൽക്കുകയല്ല, ഒരിക്കലും ഒരു പ്ലാനറ്റിന്റെ സ്പേസിൽ നമുക്ക് സ്റ്റേഷനറി നിൽക്കാൻ പറ്റില്ല. ഈ മൈക്കിൾ കോളിൻസ് ഈ സാധനം കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ചന്ദ്രൻ. ഇത് പൊങ്ങിപ്പോയിട്ട് അപ്പൊ ഇത് രണ്ടിന്റെയും സ്പീഡ് മാച്ച് ആവണം. സ്പേസ് ആണ്, റൊട്ടേഷൻ ഉണ്ടാവും. ഈ താഴ്ന്ന് പൊങ്ങുമ്പോൾ അത് കറങ്ങിയിട്ടായിരിക്കും പൊങ്ങുക. എപ്പോഴും ഒരു റൊട്ടേഷൻ ഒരു ബോഡിക്ക് ഉണ്ടാവും. നമ്മൾ ഈ റോക്കറ്റ് മുകളിലോട്ട് പോകുമ്പോൾ അത് കറങ്ങി സ്പിൻ ചെയ്യുമ്പോൾ അതിന്റെ പേരാണ് ഗൈറോസ്കോപ്പിക് പ്രെസിഷൻ. അത് എപ്പോഴും നമ്മൾ ഏതൊരു സാധനവും സ്ട്രെയിറ്റ് ലൈനിൽ സഞ്ചരിക്കണമെന്നുണ്ടെങ്കിൽ അതിനൊരു കറക്കം വരണം. അതിനാണ് ഗൈറോസ്കോപ്പിക് പ്രെസിഷൻ എന്ന് പറയുന്നത്. ആ കറക്കൂലി എന്താണെന്ന് വെച്ചാൽ അതിന്റെ ടിപ്പ് ചിലപ്പോൾ ഓഫ് ബാലൻസ് ആയി പോകും, നമുക്ക് സ്ട്രെയിറ്റ് ആയിക്കില്ല. ഇവൻ എല്ലാ സാധനവും ബുള്ളറ്റ് പോണത് ഒരു പ്രത്യേക സ്പീഡിൽ പോകുമ്പോൾ അതിങ്ങനെ പോണ സാധനം കറങ്ങിയിട്ടായിരിക്കും പോകുക. റോക്കറ്റും അങ്ങനെ തന്നെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതിങ്ങനെ പോണ വഴിക്ക് തുടക്കത്തിൽ നമ്മളെ റോക്കറ്റിന് സ്പീഡ് കുറവായിരിക്കും, കാരണം താഴെ അതിന്റെ ഡിസൈനിങ് എങ്ങനെയാണ്, താഴെ തിക്ക് അറ്റ്മോസ്ഫിയർ ആണ്. അപ്പോൾ ഓവർ സ്പീഡാണെന്ന് പറഞ്ഞാൽ എയറോഡൈനാമിക്സ് അത്രയും നമുക്ക് കൂടുതൽ എനർജി കൊടുക്കേണ്ടി വരും. തുടക്കത്തിൽ സ്പീഡ് കുറവായിരിക്കും, ഒരു സ്ട്രാറ്റോസ്ഫിയർ ഒക്കെ വരെയും സ്പീഡ് കുറവായിരിക്കും. അപ്പോൾ ആ സമയത്ത് മെല്ലെ ആയിരിക്കും കറങ്ങുക. സ്ട്രാറ്റോസ്ഫിയർ ആകുമ്പോൾ സ്പീഡ് കൂടി വരും, മനസ്സിലായി? അപ്പോൾ ഒരു പ്രത്യേക സ്പീഡിൽ ഇത് കറങ്ങിയിട്ടായിരിക്കും പോവുക. മേലെയുള്ള സാധനത്തിന് ഇതുപോലെ ചെറിയ കറക്കം ഉണ്ടാവും. അപ്പോൾ ഈ കറക്കം തമ്മിൽ മാച്ച് ചെയ്യണം, എന്നിട്ട് വേണം ഇത് രണ്ടും കൂട്ടി സിങ്ക്രണൈസ് ചെയ്യണം. അതിനെ ഡോക്കിംഗ് എന്നാണ് വിളിക്കുക. അപ്പോൾ ഡോക്കിംഗ് എന്ന് പറയുന്നത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയ പ്രോസസ്സാണ്. അപ്പോൾ ഇത് ഈ കോളിൻസും ബസ് ആൽഡ്രിനും തമ്മിലുള്ള ഒരു കണക്ഷനിൽ വേണം ചെയ്യാൻ. അപ്പോൾ ആ സമയത്ത് നീൽ ആംസ്ട്രോങ് എന്ന് പറയുന്നത് ബാക്കപ്പ് ആണ്. എന്തെങ്കിലും ഒരു എമർജൻസി സംഭവിച്ചാൽ ഇങ്ങനെയാണ് ഇടപെടേണ്ടത്. പിന്നെ ഇവർക്കെല്ലാം മെയിൻ റോൾ ഇതാണെങ്കിലും മൾട്ടിപ്പിൾ റോൾസ് ഉണ്ടാവും. കാരണം ഇത് ചുമ്മാ പോയി അവിടെ കാഴ്ചയൊക്കെ കണ്ടിട്ട് വരികയല്ല, പല കാര്യങ്ങളും റെക്കോർഡ് ചെയ്യണം, സാമ്പിൾസ് ഏത് സാമ്പിൾസ് കളക്ട് ചെയ്യണം എന്ന് നോക്കണം. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരാൾ ജിയോളജിസ്റ്റ് ആയിരിക്കും, ഒരാൾ കെമിസ്റ്റ് ആയിരിക്കും, അങ്ങനെ അവർക്കൊരു മെയിൻ സബ്ജക്റ്റ് ഉണ്ടാവും. ഒരാൾ ചിലപ്പോൾ ഡോക്ടർ ആയിരിക്കും, സബ് ആയിട്ടെങ്കിലും പഠിച്ച ഒരാൾ. ഫസ്റ്റ് മിഷനിൽ എല്ലാ മിഷനിലും ഒരാൾ മെഡിസിൻ മെയിൻ അല്ലെങ്കിലും സബ് ആയിട്ടെങ്കിലും മെഡിസിൻ പഠിച്ച ഒരാളെ കയറ്റി വിടും. പിന്നെ അന്നത്തെ മെയിൻ എല്ലാവരും നേവിയുടെ എയർഫോഴ്സിന്റെയും ഓഫീസേഴ്സിനെയാണ് ഇവർ റിക്രൂട്ട് ചെയ്തത്. ഇവരുടെ ഒരു ടീം ഉണ്ടായിരുന്നു. ഓരോരോ മിഷനിൽ 1 പൊട്ടിത്തെറിച്ചു, അത് കഴിഞ്ഞ് 2ഉം 3ഉം മനുഷ്യരില്ലാത്ത ഫ്ലൈറ്റ് ആയിരുന്നു ചെയ്തത്. 4 മുതൽ ഇങ്ങോട്ട് മനുഷ്യരെ വെച്ചിട്ടുള്ള ഇല്ല ഇവിടെ നിന്ന് തന്നെ എഞ്ചിൻ ടെസ്റ്റിംഗ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് 4, 5 അതൊക്കെ ആദ്യം 4 എഞ്ചിൻ ടെസ്റ്റിംഗ് ആയിരുന്നു. 5 ഭൂമിയെ വലം വെക്കലായിരുന്നു. 6 ഭൂമിയിൽ വലം വെച്ചിട്ട് ഡോക്കിംഗ്, ഇപ്പൊ പറഞ്ഞ ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ഡോക്കിംഗ് ടെസ്റ്റ് ചെയ്തു. അപ്പോൾ അപ്പോളോ 8 ആദ്യമായിട്ട് ചന്ദ്രനെ വലം വെച്ചിട്ട് വരുന്നത്. ഞാൻ പറഞ്ഞു ഇവർ കുറെ എയർഫോഴ്സ് ഉദ്യോഗസ്ഥരുടെ ഒരു ടീമാണ്. അതിൽ നിന്ന് ഓരോരുത്തരെയാണ് ഓരോ മിഷനും വിളിച്ചുകൊണ്ട് പോകുന്നത്. അപ്പോൾ അതിൽ ജെയിംസ് ലോവൽ എന്ന് പറഞ്ഞ ഒരാൾ, അദ്ദേഹമാണ് അതിൽ ഈ മിഷൻ കമാൻഡ് മൊഡ്യൂളിന്റെ ക്യാപ്റ്റൻ. അതായത് ഇവിടെ നിന്ന് അങ്ങോട്ട് പറത്തിയത് ആളാണ്. പിന്നെ അവിടെ ചന്ദ്രനിൽ പോയിട്ട് ലാൻഡ് ചെയ്തില്ലെങ്കിലും അവരൊരു മോക്ക് ലാൻഡിങ് പോലെ നടത്തി. നമ്മളിത് അൺഡോക്ക് ചെയ്യുന്നു ഒരു മോക്ക്. അപ്പോൾ ലാൻഡിങ് മൊഡ്യൂളിന്റെ കമാൻഡറും ഉണ്ടായിരുന്നു, ടീം ക്യാപ്റ്റനും ഉണ്ടായിരുന്നു. അൺഡോക്ക് ചെയ്തില്ല, മോക്ക് ടെസ്റ്റ് പോലെ ചെയ്യണത് പോലെ നമ്മൾ ഇന്ന ആൾക്കാർ ഇതിലേക്ക് പോകുന്നു, സ്യൂട്ട് ഇടുന്നു, സെപ്പറേറ്റ് ചെയ്യുന്നില്ല. അതിന്റെ അടുത്ത മിഷനിൽ സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അവിടെ പോയിട്ട് അൺഡോക്ക് ചെയ്തു, 9ൽ അൺഡോക്ക് ചെയ്തു, തിരിച്ച് ഡോക്ക് ചെയ്തു, അങ്ങനെ ചെയ്യുന്നുണ്ട്. 10ലും അതുപോലെ ടെസ്റ്റ് നടത്തുന്നുണ്ട്. അപ്പൊ അതും കഴിഞ്ഞ് 11ലാണ് പോയി ലാൻഡ് ചെയ്തു, തിരിച്ചു വന്നു, ഡോക്ക് ചെയ്തു, തിരിച്ചെത്തി. പോയ നീൽ ആംസ്ട്രോങ് അവരും പോലും എല്ലാ ഇതിനും ഒരു മെയിൻ ക്രൂ ഉണ്ടാവും, ഒരു ബാക്കപ്പ് ക്രൂ ഉണ്ടാവും. ബാക്കപ്പ് ക്രൂ മീൻസ് ഈ ഞാൻ പറഞ്ഞല്ലോ ഓരോ മിഷനിലും 3 പേരുണ്ടാവും. ആ ഓരോരുത്തർക്കും ഒരു ബാക്കപ്പ് ഉണ്ടാവും. ആ പോണ ദിവസം അന്ന് അവരുടെ ഹാർട്ട് റേറ്റിൽ എന്തെങ്കിലും വ്യത്യാസം വന്നാൽ പോലും അയാളെ മാറ്റി ബാക്കപ്പിനെ കയറ്റും. മനസ്സിലായി? ഒരാൾ മാറ്റിയ പോലും ടീമിനെ മുഴുവനായിട്ടായിരിക്കും കയറ്റുക. കാരണം ഇവർ 3 പേരും ഒരു സിങ്ക് ആയിരിക്കും. ഒരു മിഷന് വേണ്ടി ട്രെയിൻ ചെയ്യുമ്പോൾ ഒരു മെയിൻ ആൾക്കാർ ബാക്കപ്പ്, സെക്കൻഡ് ബാക്കപ്പ് ഉണ്ടാവും. സെക്കൻഡ് ബാക്കപ്പ് സാധാരണ അധികം എടുക്കാറില്ല. അപ്പോൾ ഈ അപ്പോളോ 11ന്റെ ബാക്കപ്പ് ക്രൂ ആയിരുന്നു ശരിക്ക്, ബാക്കപ്പ് ക്രൂവിലുള്ള ആളായിരുന്നു ഈ ജെയിംസ് ലോവൽ. അതായത് ആദ്യം പോയി കറങ്ങി വന്ന ആള് അപ്പോളോ 11ന്റെ ബാക്കപ്പ് ക്രൂവിലുണ്ടായിരുന്നു. ഇറങ്ങാണ്ടായിരുന്നു. അതിനുശേഷം അപ്പോളോ 12ല് പുള്ളി സെക്കൻഡ് ബാക്കപ്പ് എന്തായിരുന്നു. അതായത് അപ്പോളോ 13ൽ പുള്ളിയാണ് മെയിൻ ക്രൂ. 13ൽ പുള്ളി മെയിൻ ക്രൂ ആയി. മെയിൻ ക്രൂവിന്റെ കമാൻഡറാണ് പുള്ളി. ഓക്കെ, ക്രൂവിന്റെ കമാൻഡർ. അപ്പോളോ 13 ഇതിൽ ഏറ്റവും ഉദ്വേഗജനകമായൊരു സംഭവം. അപ്പോളോ 13 അപ്പൊ ഞാൻ പറഞ്ഞല്ലോ പുള്ളി ഒരിക്കൽ പോയതാണ്, ഓൾറെഡി പോയി കറങ്ങി വന്നതാണ്, ഇറങ്ങാൻ പറ്റിയില്ല. പിന്നെ നീൽ ആംസ്ട്രോങ്ങിന്റെ ബാക്കപ്പ് ആയിരുന്നു, അപ്പോഴും പോയിട്ടില്ല. അതിനുശേഷം 13ൽ പോകുന്നു. ഇവിടുന്ന് പോയി ചന്ദ്രൻ എത്താറായപ്പോൾ ഒരു ഓക്സിജൻ ലീക്ക്, ഇവരുടെ മെയിൻ മൊഡ്യൂളിൽ ഓക്സിജൻ ലീക്ക്. അതായത് കമാൻഡ് മൊഡ്യൂളിൽ ഓക്സിജൻ ലീക്ക്, എയർ ലീക്ക് ആവുന്നു. ഇവർ പല രീതി പരീക്ഷിച്ച് നോക്കി, ഒരു രക്ഷയില്ല. അപ്പോൾ അപ്പോഴേക്കും നാസയിലും വിവരം കിട്ടില്ല, കമ്മ്യൂണിക്കേഷൻ ഉണ്ട് ഫുൾ ടൈം. അങ്ങനെ അവസാനം ആ തീരുമാനം എടുക്കുകയാണ്.
ഇവർക്ക് ജീവൻ രക്ഷപ്പെടണമെങ്കിൽ ലൂണർ ലാൻഡിംഗ് മൊഡ്യൂളിൽ പോയി എയർലോക്ക് ഇട്ടിട്ട് ഇരിക്കണം. അപ്പോൾ ഇവര് ലൂണാർ ലാൻഡ് മൊഡ്യൂളിനെ അതെന്ന് പറഞ്ഞ ഒരു കാറിന്റെ വലുപ്പമേ ഉള്ളൂ. ശരിക്കും 3 പേർക്ക് ഈ ഒരു ബസ്സിന്റെ വലുപ്പമുള്ള സ്ഥാനത്ത് ഇരിക്കുന്നതെന്ന് മാറി ഒരു കാറിന്റെ ഒരു ചെറിയ റൂമിന്റെ വലുപ്പമുള്ള, അതിൽ ടോയ്ലറ്റില്ല ഒന്നുമില്ല, സ്പേസ് വിട്ടിട്ട് അതിനകത്ത് കയറി ഇരിക്കുകയാണ്. അതിനുശേഷം 3 ദിവസം അങ്ങോട്ട് 3 ദിവസം ഇങ്ങോട്ട്, ഏകദേശം ഒരാഴ്ച വെള്ള ട്രിപ്പാണ്, തിരിച്ചവിടെ എത്തണം. അപ്പോൾ അവരെന്നിട്ട് ഈ ലൂണാർ മൊഡ്യൂളിൽ കയറി ചന്ദ്രനെ ചുറ്റി തിരിച്ചു വരികയാണ്. തിരിച്ചു വരുന്ന വഴി ഈ സമയത്ത് പലപ്പോഴും ഓരോരോ പ്രശ്നങ്ങൾ, കാരണം 3 പേർക്ക് 3 ദിവസം ഇരിക്കാൻ വേണ്ടി ഡിസൈൻഡ് അല്ല ഈ ലൂണാർ മൊഡ്യൂൾ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഓക്സിജൻ തീരുന്നു. അപ്പോൾ ഈ കമാൻഡർ മൊഡ്യൂളിൻ്റെ ബാക്കപ്പ് ടാങ്ക് ഉണ്ട്, ആ ബാക്കപ്പ് ടാങ്കിൽ നിന്ന് ഇതിലേക്ക് ഓക്സിജൻ കണക്ട് ചെയ്യാനൊന്നും ശരിക്കും അതിൽ പ്രൊവിഷൻ ഇല്ല. അപ്പോൾ ശരിക്കും നാസയിലെ ആൾക്കാർ ഇവർ കൊണ്ടുപോയ സാധനങ്ങൾ മുഴുവൻ ഒരു ടേബിളിൽ അങ്ങ് നിരത്തി വെച്ചിട്ട് ഇത് വെച്ചിട്ട് ഇതിനെ കണക്ട് ചെയ്യണം. വളരെ രസകരമാണ്. ടേപ്പ് വരെ ഒട്ടിച്ചാണ് ഇവർ കണക്ട് ചെയ്യണത്. ഒരു ടേപ്പിന്റെ ബലത്തിലാണ് ഇവരുടെ ഓക്സിജൻ സപ്ലൈ പോലും. അത്രയ്ക്ക് ഡ്രാമാറ്റിക് ആയിട്ടാണ് അവർ പോകുന്നു. ആലോചിക്കണം, നമ്മുടെ ഇവിടുത്തെ പോലെ അല്ല, ഔട്ട് സൈഡിൽ എയർ ഇല്ലാത്തതുകൊണ്ട് ഇന്റേണൽ പ്രഷർ വളരെ കൂടുതലായിരിക്കും. അല്ല, പ്രഷർ കുറവായിരിക്കും. അതായത് എല്ലാ സ്പേസ് മിഷനിലും പ്രഷർ എപ്പോഴും 0.2 അല്ലെങ്കിൽ 0.25 മെയിൻറ്റെയിൻ ചെയ്യാം. 0.25 അറ്റ്മോസ്ഫിയറിൽ. അതിന് കാരണം പുറത്തത്രയില്ല. അതായത് സ്റ്റീലിന്റെ വാൾസ് ആയിരിക്കും, അല്ല സ്റ്റീൽ കൊണ്ടുപോകാൻ പറ്റില്ല, വെയിറ്റ് കൂടുതലായതുകൊണ്ട്. അലുമിനിയവും പോളികാർബണേറ്റ് ഫൈബറും ആയിരിക്കും ഇതിന്റെ വാൾസ് ഒക്കെ. അപ്പോൾ അതിന് സ്ട്രെസ് കൂടുതൽ വരാതിരിക്കാൻ വേണ്ടി എപ്പോഴും 0.2 അറ്റ്മോസ്ഫിയറിലായിരിക്കും മെയിൻറ്റെയിൻ ചെയ്യുക. അതുകൊണ്ട് 100% ഓക്സിജൻ ആയിരിക്കും യൂസ് ചെയ്യുക. അപ്പോൾ സാധാ എയർ അല്ല, നമ്മൾ സാധാരണ ശ്വസിക്കണ 1 അറ്റ്മോസ്ഫിയർ പ്രഷറുള്ള എയറിൽ 20% ഓക്സിജൻ ഉള്ളൂ. അപ്പോൾ 0.2 അറ്റ്മോസ്ഫിയറിൽ ഫുൾ ഓക്സിജൻ കിട്ടുമ്പോൾ നമുക്ക് ബോഡിക്ക് സെയിം തന്നെ ആയിരിക്കും. ബോഡിക്ക് കൂടുതൽ പ്രശ്നം വരില്ല, സെയിം തന്നെ. എന്തായാലും ആദ്യം കറങ്ങി വന്നു, രണ്ടാമത് ഇറങ്ങാനുള്ള യോഗം ഉണ്ടായില്ല. അതിനുശേഷം വളരെ അത്രയും ഒരു ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരാഴ്ചയ്ക്ക് ശേഷം അവർ സക്സസ്ഫുൾ ആയിട്ട് തിരിച്ച് ജീവനോട് ഇവിടെ എത്തി. അതാണ് ഗ്രേറ്റ്. അവർ തിരിച്ചെത്തുമ്പോൾ 3 മണിക്കൂറുകൾ ശ്വസിക്കാനുള്ള ഓക്സിജൻ അവർക്ക് ബാക്കിയുള്ളൂ. ലാൻഡിങ് ചെയ്ത് കഴിയുമ്പോൾ കറക്റ്റ് 3 മണിക്കൂർ കഴിഞ്ഞ് അവർ മരിച്ചു. കാരണം അവർ സ്പേസ് സ്യൂട്ടിൽ ഓക്സിജൻ അടക്കം യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അത്രയ്ക്ക് ഡ്രാമാറ്റിക് ആയിട്ടാണ് എത്തിയത്. അതിനുശേഷം അപ്പോളോ 14 പോയി, 15 പോയി, 16 പോയി, 17 പോയി, അതിലെല്ലാം മനുഷ്യരിറങ്ങി. 18ാമത്തെ മിഷനിൽ ഇതേ മനുഷ്യൻ കമാൻഡറായിട്ട് പോകാനിരുന്നതാണ് അപ്പോളോ 18. 18ഓടെ നിർത്താമെന്ന് പറഞ്ഞതായിരുന്നു. ശരിക്കും 20 വരെയായിരുന്നു ആദ്യം പ്ലാനിങ്. ഫണ്ട് കുറച്ചിട്ട് 18 നിർത്താമെന്ന് പറഞ്ഞു. 17 കഴിഞ്ഞതോടെ അമേരിക്ക മിഷൻ ക്ലോസ് ചെയ്തു. അതായത് ആ മനുഷ്യൻ ഒരിക്കലും ആദ്യമായിട്ട് പോയ ആൾക്ക് അയാള് പിന്നെ ഒരിക്കൽ ബാക്കപ്പായി ഇറങ്ങാൻ പോകാൻ പറ്റിയില്ല, പോയി ഇറങ്ങാൻ പറ്റിയില്ല. അതും കഴിഞ്ഞിട്ട് വീണ്ടും പോകാനിരുന്ന മനുഷ്യന് അത് വേണ്ടാന്ന് വെച്ചു, മിഷൻ ഗവൺമെന്റ് വേണ്ടാന്ന് വെച്ചു. ചുരുക്കി പറഞ്ഞ അദ്ദേഹത്തിന് ഒരിക്കലും അവിടെ ഇറങ്ങാനുള്ള ഓരോരുത്തർ ഓരോ യോഗങ്ങളാണല്ലോ. അതെ, എല്ലാത്തിനും തുടക്കമിട്ട ആൾക്ക് ഒരിക്കലും ചന്ദ്രനിൽ ഇറങ്ങാൻ പറ്റിയില്ല. തുടക്കമിട്ട ക്രൂവിലുള്ള ഒരാൾ. അതെ. അപ്പോൾ അയാളൊരു പല റെക്കോർഡുകളും ഉണ്ട്. ഈ ആർത്തമിസ് മിഷൻ വരെ ഭൂമിയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ദൂരെ എത്തിയിരിക്കുന്ന മനുഷ്യൻ അയാളൊരിക്കും. കാരണം ഇവർ ശരിക്കും ചന്ദ്രനിൽ ഇറങ്ങാൻ പറ്റാത്തതുകൊണ്ട് ശരിക്കും എന്താണ് ചെയ്യേണ്ടത്, ഇവർ അവിടെ പോയിട്ട് ചന്ദ്രനെ ചുറ്റിക്കൊണ്ടിരിക്കുകയായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്. അതിന് പറ്റാത്തതുകൊണ്ട് ഇവർ വീണ്ടും റോക്കറ്റ് പണിച്ചത് ഒറ്റ വട്ടം കറങ്ങി വരികയാണ്. അപ്പോൾ ശരിക്കും ചന്ദ്രനേക്കാൾ കുറേ കൂടെ ദൂരെ പോയിട്ടാണ് അവർ വരുന്നത്. ശരിക്കും അവിടെ പോയിട്ട് ഇങ്ങനെ കറങ്ങേണ്ടതിന് വരെ കുറേ കൂടെ കറങ്ങി അടിച്ച് വരികയായിരുന്നു ചെയ്തത് ഇവർ. അങ്ങനെ ഇറങ്ങാൻ പറ്റാത്തത് കൊണ്ട് ഫ്യൂവൽ സേവ് ചെയ്യാനായിട്ട്. ഓക്സിജനും ഫ്യൂവലും എല്ലാം നോക്കണമല്ലോ. അതായത് ഫ്യൂവൽ സപ്ലൈഡ് ഓക്സിജനും കൂടി ഇവർ ശ്വസിക്കാൻ എടുത്തു. ഇപ്പോൾ ഫ്യൂവൽ കുറവാണ് ഇവർക്ക്, ഫ്യൂവൽ യൂസ് ചെയ്യുന്നത് കുറവാണ്. അപ്പോൾ കുറേ കൂടെ കറങ്ങിയാണ് ഇവർ വരുന്നത്. അപ്പോൾ ശരിക്ക് ഭൂമിയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ദൂരെ പോയിട്ടുള്ള 3 മനുഷ്യരാണ് ഇയാളാണ്. ആ ഒരു ടീം ചന്ദ്രന് ഏറ്റവും കൂടുതൽ പോയത്. പിന്നെ 2 തവണ പോയി വന്നതാണ്. വേറെ പലരും ഇതുപോലെ 2 തവണ പോയിട്ടുണ്ടെങ്കിലും ഇത് കൂടുതൽ ദൂരം പോയിട്ടുള്ളതുകൊണ്ട് സ്പേസിൽ ഏറ്റവും കൂടുതൽ സഞ്ചരിച്ച മനുഷ്യൻ ഇദ്ദേഹമാണ്. അവരുടെ ക്രൂ ഒന്നും പറയാൻ പറ്റില്ല. ക്രൂവിലുള്ള ബാക്കി ആരും 2 തവണ പോയിട്ടില്ല. ഇദ്ദേഹം 2 തവണ പോയിട്ടുണ്ട്, ഇത് കൂടുതൽ ദൂരം പോയിട്ടുണ്ട്. ജെയിംസ് ലോവൽ. ഇതെന്താന്ന് വെച്ചാൽ ആംസ്ട്രോങ്ങിന്റെ വ്യക്തിപ്രഭാവത്തിൽ പലരും മുങ്ങിപ്പോയാണ്. ഈ പേര് എപ്പോഴാണ് കേൾക്കുന്നത്? അത് അമേരിക്കയിൽ ഇദ്ദേഹം ശരിക്കും ആംസ്ട്രോങ്ങിന്റെ ഒപ്പം എത്തി. ഈ സക്സസ്ഫുൾ ഫെയിലിയർ, ഇതിനെ അങ്ങനെയാണ് വിളിക്കുക, സക്സസ്ഫുൾ ഫെയിലിയർ എന്നാണ് അപ്പോളോ 13 മിഷനെ വിളിക്കുക. അപ്പോളോ 8 അദ്ദേഹം പോയി വന്നപ്പോൾ ഇത്രയും പ്രശസ്തനായില്ല. അപ്പോളോ 13 ശരിക്കും അപ്പോളോ 11 ചന്ദ്രനിൽ പോയി ഇറങ്ങി ലോകം മുഴുവൻ കണ്ട ഏറ്റവും വലിയ ഇവന്റ് ആയിരുന്നു അപ്പോളോ 11 ലൂണർ ലാൻഡിങ്. മനുഷ്യരാശി ആദ്യമായിട്ട് വേറൊരു പ്ലാനറ്റിൽ പോയി ഇറങ്ങണം എന്ന് പറയുമ്പോൾ അത്രയും ലോകത്ത് ഇന്നും ഏറ്റവും കൂടുതൽ ആൾക്കാർ ലൈവായിട്ട് കണ്ടിട്ടുള്ള ഒരേ ഒരു പ്രക്ഷേപണം അതാണ്. 1 ബില്യൺ ആൾക്കാരാണ് അത് കണ്ടിട്ടുള്ളത് ലൈവായിട്ട്. അന്ന് ലോക ജനസംഖ്യ തന്നെ 3 ബില്യൺ സംതിങ് ആണ്. മാത്രമല്ല ടെക്നോളജി ഇതിന്റെ ഒന്നുമില്ല. 1 ബില്യൺ ആൾക്കാർ അമേരിക്ക മുഴുവൻ കണ്ടു. പഴയ മോഡൽ ടിവിയുടെ മുമ്പിൽ ഇരുന്ന് നോക്കണം. സ്ക്രീനുകളിലടക്കം കാണിച്ചു പല ഭാഗത്തും. അമേരിക്ക മുഴുവൻ, അമേരിക്കയിലെ എല്ലാ മനുഷ്യരും അവിടെ പോയി നിൽക്കും. അന്ന് അമേരിക്കയിലെ 30 കോടി എന്താണ് അവർ മുഴുവൻ 100%. സോവിയറ്റ് യൂണിയൻ അതിനേക്കാളും കണ്ടു കാണും. അതെ, കണ്ടു ആരും പറയണ്ടോ. എന്തായാലും
അപ്പം ഇന്നത്തെ കാലത്ത് പോലും ലൈവായിട്ടൊരു മനുഷ്യൻ കണ്ട പ്രക്ഷേപണം എന്ന് പറയുന്നത് ഇപ്പോഴും അത് തന്നെയാണ്, ഫസ്റ്റ് ലൂണാർ ലാൻഡിങ്. അത് കഴിഞ്ഞ് സെക്കൻഡ് ലൂണാർ ലാൻഡിങ് കൂടെ ആയപ്പോഴേക്കും അമേരിക്കക്കാർക്ക് ഫസ്റ്റ് സക്സസ് ആയി, ഇതും സക്സസ് ആയി. പിന്നെ ഒരു സാമട്ടാണ് ശരിക്കും അപ്പോളോ 13 പോകുമ്പോൾ മര്യാദയ്ക്ക് പ്രസ് പോലും ഇല്ല, ഇവരെ ഇന്റർവ്യൂ ഇടയ്ക്കിടയ്ക്ക് അത് അപ്പോഴേക്ക് ഒരു വർഷത്തിൽ തന്നെ 2-3 വട്ടമൊക്കെ പോകാണല്ലോ. അത് മര്യാദയ്ക്ക് ഒരു പ്രസ് കോൺഫറൻസ് പോലും ഇല്ലാതെയാണ് ഇദ്ദേഹം പോണത്. പോയി ഇവരുടെ മിഷൻ ഫെയിലിയർ ആവാൻ പോണെന്ന് പറഞ്ഞപ്പോഴോ അമേരിക്ക മുഴുവൻ ഇതിന്റെ പുറകെ നോക്കണമല്ലോ. തിരിച്ചറിയി കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം ശരിക്കും അമേരിക്കയിലെ ആൽഡ്രിനെ പോലെ നീലാം ഷോങ്ങിനെ പോലെ തന്നെ ഒരു ഹീറോ ആയിരുന്നു. ലോകം ഇത്രയും അറിഞ്ഞില്ല എന്ന് മാത്രം. അമേരിക്കക്കാർക്ക് അങ്ങനെയല്ല, നമ്മുടെ ആളെ ഇവരെല്ലാവരുടെ ഒരു ടീമായിട്ട് രക്ഷിച്ചു. ആ ഒരു രീതിയിലായിരിക്കും വരിക. അതായത് തിരിച്ചറിഞ്ഞപ്പോൾ ഇദ്ദേഹം ഒരു സെലിബ്രിറ്റി ആയി. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ എഫർട്ട് വെച്ച് നോക്കുമ്പോൾ ആംസ്ട്രോങ്ങിനേക്കാൾ സത്യം. അമേരിക്കക്ക് വേറൊരു പോളിസി ഉണ്ടായിരുന്നു, ഒരിക്കൽ ലാൻഡ് ചെയ്ത ആളെ പിന്നെ വിടില്ല, ബാക്കപ്പിൽ പോലും വിടില്ല. അങ്ങനെ ഒരു പോളിസി ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യത്തെ ടീം 3 പേരും ഇറങ്ങി കഴിഞ്ഞ ശേഷം ഈ ഇതിന്ന് റിട്ടയർ ആയി. ടെക്നിക്കൽ ഡയറക്ഷൻ ഒക്കെ ആയിട്ട് അതൊരു ക്ലാസ് എടുക്കാനൊക്കെ വരാം, അല്ലാതെ മിഷനിലെ ആളല്ല അദ്ദേഹം. വേറെ ഒരു രാജ്യക്കാരനും ഇന്നവരെ പറ്റിയിട്ടില്ല. ഇപ്പൊ പല ആൾക്കാരും ശ്രമിക്കുന്നുണ്ട്. ഇന്ത്യ അടക്കം ശ്രമിക്കുന്നുണ്ടല്ലോ. അതെ, അമേരിക്ക അന്ന് പോയത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു മത്സരം കാരണം ഞാൻ പറഞ്ഞല്ലോ 13 ശരിക്കും ടേപ്പ് വെച്ച് ഒട്ടിച്ചിട്ടാണ് ഇവർ രക്ഷപ്പെട്ടത്. അല്ല, അത് പറഞ്ഞത് ഫെയിലിയേഴ്സ് ആണ്. അപ്പൊ ആ ഫെയിലിയർ മിനിമം ആക്കില്ലല്ലോ. കാരണം അതിന് മുമ്പ് 12 പോയി സക്സസ്ഫുൾ ആയിട്ട് വന്നു. ഇതെന്ന് പറഞ്ഞാൽ സ്പേസ് ആണ്, എന്താണ് വേരിയബിൾ വരാന്ന് ആർക്കും പറയാൻ പറ്റില്ല. എത്ര ടെസ്റ്റ് ചെയ്താലും 100% പ്രൂഫ് പറയാൻ പറ്റില്ലല്ലോ. ഓൾറെഡി അമേരിക്കൻ മിഷൻ സേഫ് തന്നെയാണ് അന്ന് പോയത് തന്നെ. അതിനേക്കാൾ കുറച്ചുകൂടെ സേഫ് ആയിട്ടുള്ള രീതിയിൽ മരണ റേറ്റ് ഇല്ലാതെ മിനിമം ആക്കിയിട്ട് പോകുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ആർട്ടമിസ് മിഷന്റെ ലക്ഷ്യം. ആർട്ടമിസ് ഒരു ഗ്രീക്ക് ദേവനാണ്. അതെല്ലാം ഓരോ ഗ്രീക്ക് ദേവന്മാരുടെ പേരാണല്ലോ. അപ്പോളോ ആയാലും ഒക്കെ ഗ്രീക്ക് ദേവന്മാരുടെ പേരാണ് ഇവരുടെ മെയിനായിട്ട്. അപ്പോൾ ഇപ്പോൾ അവരുടെ ലക്ഷ്യം ചന്ദ്രനിൽ ഒരു കോളനി സ്ഥാപിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം മെയിനായിട്ട്. ഇത്രയും കാലം പോയിരുന്നത് വെറുതെ പോകാനുള്ള ടെക്നോളജി ആയി, ഇനി പോയിട്ട് അവിടെ സസ്റ്റെയിൻ ചെയ്യാം. പോയിട്ട് നേരത്തെ പോലെ പോയിട്ട് വരികയല്ല. കുറച്ചു കാലം അവിടെ ഉണ്ടാവും. അതെ, അത് 2030 ചന്ദ്രനിൽ ഇപ്പൊ ഇവിടെ ISS ഉണ്ടല്ലോ, ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ. സ്പേസിൽ ഇപ്പോൾ ഓൾറെഡി മനുഷ്യർ സ്ഥിരതാമസം ഉണ്ടെന്ന് പറയാം. ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ എപ്പോഴും 6 പേരെങ്കിലും ഉണ്ടാവും മിനിമം. 6 പേരുടെ ക്രൂ എപ്പോഴും ഉണ്ടാവും. 3 പേരുടെ ക്രൂ എപ്പോഴും ഉണ്ടാവും മിനിമം. 6 പേരാണ് യൂഷ്വൽ കപ്പാസിറ്റി. വേറെ കൂട്ടം. അതിലാണ് നമ്മുടെ സുനിത വില്യംസ് മേഡം ഒക്കെ പോയിട്ട് അവിടെ പെട്ടുപോയി. കുറെ കാലം പെട്ടുപോയി. അത് ശരിക്കും ഒരു കോർപ്പറേറ്റ് ഇതും കൂടെ ആയിരുന്നു. ശരിക്കും അവരെ രക്ഷിക്കാനുള്ള ഒരു റോക്കറ്റ് ആക്ച്വലി എലോൺ മസ്കിന്റെ കയ്യിലുണ്ട്. ബോയിങ്ങിന് കൊടുക്കണം എന്നുള്ളൊരു ഇതായിരുന്നു. മസ്ക് ഇങ്ങനെ ചെയ്താൽ നമുക്കൊരു ക്ഷീണമല്ലേ ബോയിങ് കമ്പനിയുടെ ആദ്യത്തെ മിഷനായിരുന്നു ഇവർ പോയത്. അപ്പോൾ അവർ പറഞ്ഞ കാരണം ഇതാണ്, ബോയിങ്ങിന്റെ മൊഡ്യൂളിലാണ് സുനിത വില്യംസ് ട്രെയിൻ ചെയ്തത്. അവിടെ മസ്കിന്റെ മൊഡ്യൂളിൽ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സയന്റിഫിക് റീസൺ പറഞ്ഞത്. അങ്ങനെയല്ല, ശരിക്കും വേണമെങ്കിൽ അവർക്ക് ISS സിമുലേഷനിൽ ട്രെയിൻ ചെയ്യായിരുന്നു. അങ്ങനെ പല പ്രത്യേകിച്ച് ഇവരുടെ 2ാമത്തെ 3ാമത്തെ റെസ്ക്യൂ മിഷൻ ഫെയിൽ ആയി. റെസ്ക്യൂ മിഷന് പോകുമ്പോൾ ഒരാളുണ്ടാവുമല്ലോ കൂടെ. അങ്ങനെയല്ല, പല റോളുകളുണ്ട്. എന്നാലും ശരിക്കും ഇതിന് ട്രെയിനിങ് എടുക്കാനായിട്ട് ഏകദേശം 3-4 മാസങ്ങൾ എടുക്കും. അതവിടെ സിമുലേഷനിൽ വേണമെങ്കിൽ ട്രെയിൻ ചെയ്യിക്കാൻ പറ്റും സുനിത വില്യംസിനെ അവരുടെ ക്രൂവിനെ. അത് ട്രെയിൻ ചെയ്യിക്കാനുള്ള ടൈം പക്ഷെ ഉണ്ടായി. ഇവരുടെ ബോയിങ്ങിന്റെ പല മിഷനും ഫെയിൽ ആയതുകൊണ്ട്. ഇത്രയും കാലത്തേക്കുള്ള ഓക്സിജൻ ഇവിടെ കൊണ്ടുപോകണം. അവിടെ റീസൈക്ലിംഗ് ഉണ്ട്. ഓക്സിജൻ റീസൈക്ലിംഗ് അല്ല, ഓക്സിജൻ റീസൈക്ലിംഗ് ഉണ്ട്. നമ്മുടെ സ്പേസ് സ്യൂട്ടിൽ ഓക്സിജൻ കാർബൺ ഡൈ ഓക്സൈഡ് സ്ക്രബിംഗ് ആണ്. സ്യൂട്ടിൽ ഒരിക്കലും റീസൈക്കിൾ ചെയ്യില്ല. അവരുടെ ഇതിൽ റീസൈക്കിൾ ചെയ്യും. സ്ക്രബേഴ്സ് വെച്ച് തന്നെ എടുത്തിട്ട്, കാരണം എനർജി ഇഷ്ടം പോലെയാണ്, ഇൻഫിനിറ്റ് എനർജി എന്ന് വേണമെങ്കിൽ പറയാം. അവർക്ക് ആവശ്യമുള്ളതിനും കൂടുതൽ എനർജി കിട്ടുന്നുണ്ട്. ഇലക്ട്രിക്കൽ എനർജി സോളാർ പാനലിൽ നമ്മൾ സൂര്യന് അന്തരീക്ഷമൊന്നും ഇല്ലാതെ നല്ലോണം എനർജി കിട്ടുന്നുണ്ട്. അപ്പോൾ എനർജി ഇഷ്ടം പോലെ ഉണ്ട്. അത് വെച്ചിട്ടുള്ള ഇത് ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡ് ഓക്സിജൻ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഓക്സിജനായിട്ട് യൂസ് ചെയ്യും. അവരുടെ വെള്ളം അതുപോലെ മൂത്രം റീസൈക്കിൾ ചെയ്യും. ബാക്കി വേസ്റ്റുകൾ തിരിച്ചു കൊണ്ടുവരികയാണ് ചെയ്യുക. ഹൗസ് ബോട്ടുകൾ പോലെ അല്ല അല്ലേ? അപ്പോൾ ഓക്കെ.